വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ദിവസങ്ങൾ നീണ്ട നാടകീയതകൾക്കൊടുവിൽ നെയ്യാറ്റിൻകരയിലെ വിവാദ കല്ലറ പൊളിച്ചു. കല്ലറയിൽ കഴുത്തറ്റം വരെ ഭസ്മവും പൂജാദ്രവ്യങ്ങളും നിലച്ച നിലയിലായിരുന്നു മൃതദേഹം. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തു. ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെട്ട 8-അംഗ സംഘം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് നേതൃത്വം നൽകി. നടപടിക്രമങ്ങൾക്കായി മകൻ സനന്ദനെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നു. സജോ ദേവസ്യ വിവരങ്ങൾ നൽകും. നെയ്യാറ്റിൻകരയിൽ നിന്ന് സജോ, പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായല്ലോ. മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്നതുൾപ്പെടെ തുടർ നടപടികളുടെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? വിജയകുമാർ, ഈ കാര്യത്തിൽ സാങ്കേതിക നടപടിക്രമങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. പോസ്റ്റ്മോർട്ടം നടപടികൾ ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. സാങ്കേതിക നടപടിക്രമങ്ങൾ കൂടി പൂർത്തീകരിച്ചാൽ ബന്ധുക്കൾക്ക് വിട്ടു നൽകും. അക്കാര്യത്തിൽ മറ്റെന്തെങ്കിലും നാടകീയത സംഭവിച്ചില്ലെങ്കിൽ പതിവ് പോലെ തന്നെ നടക്കും. ബന്ധുക്കൾക്ക് വിട്ടു നൽകും. അവർക്ക് ഇവിടെ സംസ്കാര ചടങ്ങുകളിലേക്ക് പോകാം. നിലവിൽ സനന്ദൻ, അതായത് ഗോപൻ സ്വാമിയുടെ മകൻ സനന്ദനെ നേരത്തെ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് മുന്നോടിയായി ഒരു ബന്ധുവിന്റെ സാന്നിധ്യം എന്ന നിലയ്ക്ക് അങ്ങോട്ടേക്ക് പോലീസ് എത്തിച്ചിരുന്നു. അതേസമയം മറ്റൊരു മകനും, ഗോപൻ സ്വാമിയുടെ മറ്റൊരു മകനും ഭാര്യയും ഇവിടെ തന്നെയുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് അവരുടെ വീടിന് മുന്നിലാണ്. അവർ ഇവിടെ തന്നെ, വീട്ടിൽ തന്നെ ഉണ്ട്. മറ്റെന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലേക്ക് പോയിട്ടില്ല. അതായത് ഈ എപ്പിസോഡിലെ 2 ഘട്ടങ്ങൾ. ആദ്യത്തെ ഒരു ഘട്ടം എന്നത് ഇങ്ങനെ ഒരു ദുരൂഹതയുണ്ട് എന്ന പരാതി ഉയരുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഈ സമാധി എന്ന് വിളിക്കപ്പെടുന്ന കല്ലറ പൊളിച്ച് മൃതദേഹം പുറത്തേക്ക് എടുക്കുക എന്നതൊരു വെല്ലുവിളിയായിരുന്നു. കാരണം അതിൽ വൈകാരികമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇന്ന് ഏതെങ്കിലും നിലയ്ക്ക് പോലീസിന് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകാത്ത വിധം, അതായത് കോടതിയുടെ ഇടപെടൽ കൂടി വന്നതോടുകൂടിയും പുലർച്ചയോടുകൂടി തന്നെ വലിയ പോലീസ് സന്നാഹം ഇവിടെ എത്തിയതാണ്. തുടർന്ന് മറ്റ് പ്രതിസന്ധികളൊന്നും അവർക്ക് ഇവിടെ ഉണ്ടായില്ല. ഫോറൻസിക് സംഘത്തെ ഇവിടെ കൃത്യമായി എത്തിച്ചു. അതിനുശേഷം കല്ലറ പൊളിച്ചു. സമാധി ഇരിക്കുന്ന രൂപത്തിൽ തന്നെ, സാധാരണഗതിയിൽ ഇരിക്കുന്ന രൂപത്തിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഗോപൻ സ്വാമിയുടെ മൃതദേഹം ഉണ്ടായിരുന്നത്. കഴുത്തുവരെ ഭസ്മമടക്കം ഉണ്ടായിരുന്നു. സാധാരണഗതിയിൽ സമാധി ഇരുത്തുമ്പോൾ പീഠത്തിലിരുത്തുന്ന സ്വഭാവത്തിൽ തന്നെയാണ് ഇരുന്നിരുന്നത്. മറ്റ് വലിയ കാലപ്പഴക്കമൊന്നും ഉണ്ടായിരുന്നില്ല. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നത് വൈകാതെ തന്നെ നമുക്ക് അതിൽ വ്യക്തത വരും. കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭ്യമായാൽ അക്കാര്യത്തിൽ വ്യക്തത വരും. ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലവും ഉണ്ട്. അത് പക്ഷേ ലഭ്യമാകാൻ സമയമെടുക്കും. പക്ഷേ പ്രാഥമികമായ പോസ്റ്റ്മോർട്ടം പൂർത്തിയായപ്പോൾ വൈകാതെ തന്നെ അത് സംബന്ധിച്ച പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്താണ് മരണത്തിലേക്ക് നയിച്ചത് എന്നാണ് പ്രധാനമായും അറിയേണ്ടത്. അതായത് ഈ കാര്യത്തിൽ സ്വാഭാവിക മരണമാണോ, മരണത്തിന് ശേഷമാണോ ഇങ്ങനെ സമാധി ഇരുത്തിയത് എന്നതൊരു ചോദ്യമാണ്. മറ്റൊന്ന് അതല്ല, ശ്വാസം മുട്ടിയാണോ, മറ്റെന്തെങ്കിലും ഘടകങ്ങളുണ്ടോ, വിഷമുള്ളിൽ ചെന്നാണോ, ഇത്തരം സംശയങ്ങളൊക്കെയുണ്ട്. അതിൽ വ്യക്തത വരുത്താൻ കഴിയും. പക്ഷേ ഇക്കാര്യത്തിൽ നേരത്തെ മകൻ തുടരുക. വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജിൽ നിന്ന് വരുന്നുണ്ട്. നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടേത് സ്വാഭാവിക മരണം എന്ന പ്രാഥമിക നിഗമനമാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വരുന്നത്. അതിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ ഉമേഷ് ബാലകൃഷ്ണൻ നൽകും. പ്രാഥമിക പോസ്റ്റ്മോർട്ടം നടപടികൾ, അതിന്റെ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഉമേഷ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സ്വാഭാവിക മരണം എന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ടോ? വിലയിരുത്തൽ എത്തിയിട്ടുണ്ടോ? ശാസ്ത്രീയ പരിശോധനകളുടെ ഫലം എത്തിയിട്ടുണ്ടോ? ശാസ്ത്രീയ പരിശോധനകളുടെ ഫലം എത്തിയിട്ടില്ല. നിലവിൽ പ്രാഥമിക പരിശോധനകൾ മാത്രമാണ് നടത്തിയിട്ടുള്ളത്. ഇതിലാണ് സ്വാഭാവിക മരണമാണ് നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിക്ക് സംഭവിച്ചത് എന്നുള്ള വിലയിരുത്തലിലേക്ക് ഇപ്പോൾ പ്രാഥമികമായി സംഘം വിലയിരുത്തിയിരിക്കുന്നത്. അതിന് നിരവധി കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ മരണശേഷമാണ് ഈ സമാധി തറയിലേക്ക് മാറ്റിയത് എന്നാണ് കരുതുന്നത്. കാരണം ശ്വാസകോശത്തിൽ കാര്യമായ പുറത്തെ വസ്തുക്കളുടെ, അതായത് ഭസ്മമടക്കമുള്ള മറ്റു വസ്തുക്കളുടെ കണ്ടന്റ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മറ്റൊരു കാര്യം, ഈ വിഷമുള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ആന്തരിക അവയവങ്ങളുടെ ശാസ്ത്രീയ പരിശോധന വേണം. എങ്കിലും ആന്തരിക അവയവങ്ങളിൽ നിന്ന് ചില ആന്തരിക അവയവങ്ങൾക്ക് കാണിക്കേണ്ട ചില വസ്തുതകളുണ്ട്. അതൊന്നും അത്തരത്തിൽ വിഷമോ അല്ലെങ്കിൽ മറ്റോ കെമിക്കലോ ഉള്ളിൽ ചെന്നതായി കണ്ടെത്താൻ നിലവിൽ കഴിഞ്ഞിട്ടില്ല. കൂടുതൽ ശാസ്ത്രീയ പരിശോധനകളെല്ലാം നടത്തേണ്ടതുണ്ട്. എങ്കിലും നിലവിൽ ഇക്കാര്യങ്ങൾ വിഷം കഴിച്ചതായുള്ള സൂചനകൾ ലഭ്യമായിട്ടില്ല. അതുകൂടാതെ ശരീരത്തിൽ മറ്റ് മുറിവുകൾ ഉണ്ടായിരുന്നില്ല. അത് ഇൻക്വസ്റ്റിൽ തന്നെ അത് കൃത്യമായി കണ്ടെത്തിയിരുന്നു. ശരീരത്തിൽ കാര്യമായ മുറിവുകൾ ഇൻക്വസ്റ്റിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ആ സാഹചര്യത്തിലാണ് ഇത്തരമൊരു നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പക്ഷേ കൂടുതൽ ശാസ്ത്രീയ പരിശോധനകൾ ഇതിന് വേണം. സാമ്പിൾ എടുത്തിട്ടുണ്ട്. ശാസ്ത്രീയ പരിശോധനയ്ക്കുള്ള സാമ്പിൾ ആന്തരിക അവയവങ്ങളുടെയും ഒപ്പം രക്തസാമ്പിളും അടക്കമുള്ളവ കൂടുതൽ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വേണ്ടി എടുത്തിട്ടുണ്ട്. നിലവിൽ എന്തായാലും ഇത് പ്രാഥമിക പരിശോധനയിൽ ലഭിച്ചിരിക്കുന്നത് ഇത് ഒരു സ്വാഭാവിക മരണമാണ്. അതായത് മരണം സംഭവിച്ചതിന് ശേഷം തന്നെയാണ് ഈ സമാധി തറയിലേക്ക് സമാധി തറ മൂടിയത് എന്ന് തന്നെയാണ്
വിലയിരുത്തുന്നത്. അതുകൂടാതെ മറ്റ് വിഷം കഴിച്ചതിൻ്റെയോ മറ്റ് മുറിവുള്ളതിൻ്റെയോ ആയ പാടുകൾ നിലവിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ശാസ്ത്രീയ പരിശോധനകൾ ഇനി പൂർത്തിയാകേണ്ടതുണ്ട്. നിലവിൽ പ്രാഥമിക പരിശോധനാ റിപ്പോർട്ടുകൾ മാത്രമാണ്, നിഗമനങ്ങൾ മാത്രമാണ് നൽകിയിട്ടുള്ളത്. ഈ നിഗമനങ്ങളിലാണ് സ്വാഭാവിക മരണത്തിൻ്റെ സാധ്യതയുണ്ട് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. പക്ഷേ അസ്വാഭാവികത പൂർണ്ണമായി തള്ളുന്നില്ല. കെമിക്കൽ റിപ്പോർട്ടുകൾ, രാസപരിശോധനാ റിപ്പോർട്ടുകളെല്ലാം ഇതിൽ ഈ ആന്തരിക അവയവങ്ങളുടെ ശാസ്ത്രീയ പരിശോധന ബാക്കിയുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി ഇനി അതിന്റെ ഫലം കൂടി വരാനുണ്ട്. എന്തായാലും പ്രാഥമിക പോസ്റ്റ്മോർട്ടം വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അതൊരു സ്വാഭാവിക മരണം തന്നെയാണ് എന്ന നിഗമനത്തിലേക്കാണ് എത്തുന്നത്. മൃതദേഹം എപ്പോഴായിരിക്കും ഈ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുക? ഇനി മെഡിക്കൽ കോളേജിൽ എന്തൊക്കെ തുടർ നടപടികൾ ബാക്കിയുണ്ട് ഉമേഷ്? തുടർ നടപടികൾ ഇപ്പോൾ തുടരുകയാണ്. ഇപ്പോൾ മകൻ സനന്ദൻ ഇവിടെയുണ്ട്. കൂടാതെ നെയ്യാറ്റിൻകരയിലെ ചില രാഷ്ട്രീയ പ്രവർത്തകരും പൊതുപ്രവർത്തകരും അടക്കമുള്ളവർ ഇവിടെയുണ്ട്. ഇവിടെ നിന്ന് അല്പസമയത്തിനകം തന്നെ ബന്ധുക്കൾക്ക് മൃതദേഹം കൈമാറും. അതിനുശേഷം നെയ്യാറ്റിൻകരയിലേക്ക് മൃതദേഹം കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നെയ്യാറ്റിൻകരയിലെ പ്രാദേശിക രാഷ്ട്രീയ പ്രവർത്തകരും വാർഡ് മെമ്പറും സനന്ദൻ അടക്കമുള്ള മകനും ചില ബന്ധുക്കളുമുണ്ട്. ഇവർക്ക് മൃതദേഹം വിട്ടു നൽകും. അതിൻ്റെ ചില പ്രൊസീജിയർ, ചില നടപടിക്രമങ്ങൾ ഇനി പൂർത്തിയാക്കാനുണ്ട്. ആ നടപടിക്രമങ്ങൾ ഇപ്പോൾ പൂർത്തിയാക്കുകയാണ്. എന്തായാലും നിലവിൽ മറ്റ് പോലീസ് നടപടികൾ ഉടൻ ഉണ്ടാകില്ല എന്നുള്ള സൂചനയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇത്തരത്തിൽ സ്വാഭാവിക മരണത്തിൻ്റെ സാധ്യതയാണ് നിലവിലുള്ളത്. നിലവിൽ അസ്വാഭാവിക മരണത്തിൻ്റെ സൂചനകളൊന്നും പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. 3 അംഗ സംഘമാണ് ഈ പോസ്റ്റ്മോർട്ടം നടത്തിയത്. അതും മുതിർന്ന ഫോറൻസിക് സർജൻ അടക്കമുള്ളവർ തന്നെയാണ് ഇതിന് നേതൃത്വം നൽകിയത്. അതുകൊണ്ട് തന്നെ ഇവരുടെ നിഗമനങ്ങൾ വളരെ പ്രാധാന്യമർഹിക്കുന്നതുമാണ്. കൃത്യം നിഗമനം നിഗമനത്തിന് ഒരുപക്ഷെ കൃത്യത കുറച്ചുകൂടി കൂടുതലായിരിക്കും. 8 അംഗ സംഘമുള്ളതിൽ 3 പേർ ഫോറൻസിക് സർജന്മാരായിരുന്നു. ആ രീതിയിൽ വളരെ ശാസ്ത്രീയമായി ടീമിനെ രൂപീകരിച്ച് തന്നെയാണ് ഈ പോസ്റ്റ്മോർട്ടം നടത്തിയത്. എന്തായാലും ഇനി ഈ രാസപരിശോധനാ ഫലങ്ങൾ കൂടി പുറത്തു വരാനുണ്ട്. നിലവിൽ പ്രാഥമിക റിപ്പോർട്ടുകൾ മാത്രമാണ്, പ്രാഥമിക നിഗമനങ്ങൾ. ഇതിൽ ഇപ്പോൾ ആ കുടുംബാംഗങ്ങൾ പറഞ്ഞതുപോലെ അവർ മരിച്ചതിനു ശേഷം അവരുടേതായ ചില രീതികളിൽ മൃതദേഹം അവിടെ സമാധിയിരുത്തി എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അത് മരണത്തിന് എന്താണ് ഈ സമാധിത്തറയിൽ കൊണ്ടുവരുമ്പോൾ ജീവൻ ഉണ്ടായിരുന്നു എങ്കിൽ അത് ഈ പ്രാഥമിക പരിശോധനയിൽ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകുമ്പോൾ അതിൻ്റെ വിവരങ്ങൾ ലഭിക്കേണ്ടതാണ്. ഇപ്പോൾ ശ്വാസം മുട്ടിയാണ് മരിച്ചതെങ്കിൽ അത് ഈ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അതിൻ്റെ വിവരങ്ങൾ വരാവുന്നതാണ്. അപ്പോൾ അത്തരം സൂചനകളില്ല എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ആശുപത്രിയിൽ നിന്ന് കിട്ടുന്ന വിവരം. അതാണ് പ്രാഥമിക നിഗമനമായി ഇപ്പോൾ വരുന്നത്, അല്ലേ? തീർച്ചയായും ഏറ്റവും സുപ്രധാനം അത് തന്നെയാണ്. കാരണം ഈ ഇത്തരത്തിൽ പൂർണ്ണമായി, അതായത് കഴുത്തുവരെ ഭസ്മവും മറ്റ് കർപ്പൂരമടക്കം നിറച്ചുകൊണ്ടാണ് ഈ സമാധിത്തറ ഒരുക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ശ്വാസം മുട്ടി മരിച്ചിരുന്നെങ്കിൽ ശ്വാസകോശത്തിൽ ഈ സ്വാഭാവികമായി ഭസ്മത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകേണ്ടതാണ്. പക്ഷേ അത്തരത്തിൽ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പ്രാഥമികമായി ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമായി മരിച്ച ശേഷം തന്നെയാണ് ഈ സമാധിത്തറയിലേക്ക് ഈ ഒരുക്കുന്ന കൽത്തറയിലേക്ക് എത്തിക്കുകയും അവിടെ സമാധി മറ്റൊരുക്കങ്ങൾ നടത്തി സമാധി സ്ലാബിട്ട് മൂടുകയും ചെയ്തത് എന്ന ഒരു വിലയിരുത്തലിലേക്ക് എത്തേണ്ടി വരും. കാരണം പ്രാഥമികമായി ഈ ശ്വാസകോശത്തിൽ നിന്ന് ഭസ്മത്തിൻ്റെയോ മറ്റ് അതിൽ ഉണ്ടായിരുന്ന കർപ്പൂരത്തിൻ്റെയോ മറ്റൊന്നിൻ്റെയും സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് തന്നെയാണ് ഏറ്റവും സുപ്രധാനമായി പരിശോധിച്ചതും. കാരണം മരണശേഷമാണോ അതോ അവിടെ ജീവനോടെ ഇരുത്തിയ ശേഷമാണോ ഈ ഒരു കർമ്മങ്ങളെല്ലാം നടത്തിയത് എന്നുള്ളൊരു സംശയമാണ് പ്രധാനമായി പ്രദേശവാസികളുടെ ഭാഗത്തു നിന്നും മറ്റ് പ്രമുഖരായ വ്യക്തികളിൽ നിന്നുള്ള അടക്കമുയർന്ന ഒരു സംശയം. അത് ഇവരുടെ ഈ 2 മക്കളുടെയും അമ്മയുടെയും മൊഴികളിൽ നിന്നും ആ സംശയം ഉണ്ടായിരുന്നു. അമ്മ തന്നെ ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ടായിരുന്നു, ഇവിടെ കൊണ്ടെത്തിച്ചപ്പോൾ ശരീരത്തിൽ ചൂട് അനുഭവപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ എന്നാൽ അതങ്ങനെ ഉണ്ടാകുമെന്നെല്ലാം അവർ ഒരു രീതിയിൽ പറഞ്ഞു പോകുന്നു. അതിലെല്ലാം പോലീസിനും സംശയമുണ്ടായിരുന്നു. ഏതെങ്കിലും രീതിയിൽ ഇത്തരത്തിൽ സമാധി എന്ന രീതിയിൽ മരണത്തിന് മുൻപ് തന്നെ അവിടെ ഇരുത്തി ഈ കർമ്മങ്ങൾ നടത്തിയോ എന്നൊരു സംശയം പോലീസിനുണ്ടായിരുന്നു. അത് തന്നെ ഏറ്റവും പ്രധാന സംശയം. പക്ഷേ അത്തരത്തിൽ ഈ ശ്വാസകോശത്തിൽ അത്തരത്തിൽ ഒരു അംശവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പ്രാഥമികമായി ഇത്തരത്തിൽ ഒരു അസ്വാഭാവികതയില്ല എന്നുള്ള നിഗമനത്തിലേക്ക് ഇപ്പോൾ ഫോറൻസിക് വിഭാഗം എത്താൻ കാരണമായിരിക്കുന്നത്. അതേസമയം മറ്റൊരു സാധ്യത ഒരുപക്ഷെ അദ്ദേഹം തന്നെ ഒരു മരിക്കാനുള്ള സമയം നിശ്ചയിക്കുകയും ഒരുപക്ഷെ ആ സമയത്ത് മറ്റെന്തെങ്കിലും വിഷമോ മറ്റോ കഴിച്ച് ഒരുപക്ഷെ മരണത്തിലേക്ക് പോയതാണോ എന്നുള്ള സംശയവുമെല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ അത്തരത്തിൽ ശരീരത്തിൽ നിന്ന് വിഷത്തിൻ്റെയോ മറ്റ് എക്സ്റ്റേണൽ കെമിക്കൽസിൻ്റെയോ ഒരു അംശമെന്ന്
നിലവിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലം ആണ് അത് സ്ഥിരീകരിക്കേണ്ടത്. നിലവിൽ ഇവരുടെ എക്സ്പീരിയൻസ് വെച്ച് സ്വാഭാവികമായി അത്തരത്തിൽ വിഷം കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ശരീരത്തിൻ്റെ ആന്തരിക അവയവങ്ങൾക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ. അത്തരം മാറ്റങ്ങളൊന്നും നെയ്യാറ്റിൻകര ഗോവിന്ദസ്വാമിയുടെ ആന്തരിക അവയവങ്ങളുടെ പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ടാണ് അത്തരം ഒരു അസ്വാഭാവിക മരണമല്ല എന്നുള്ള നിഗമനത്തിലേക്ക് ഇപ്പോൾ എത്തുന്നത്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ രാസപരിശോധനാ ഫലമാണ് ഇതിൽ ഏറ്റവും നിർണായകം. കാരണം രാസപരിശോധനാ ഫലത്തിലാണ് ഏതെങ്കിലും രീതിയിൽ ഇപ്പോൾ പ്രാഥമികമായി വിലയിരുത്തുന്നതല്ലാതെ ഏതെങ്കിലും രീതിയിലുള്ള പുറത്തെ രാസവസ്തുക്കളുടെയോ മറ്റ് വിഷവസ്തുക്കളുടെയോ അംശം പറ്റിയിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ കഴിയുക. എന്തായാലും രാസപരിശോധനാ ഫലം വരാൻ ഒരാഴ്ച എടുക്കും. വിജയകുമാർ. ശരി ഉമേഷ്, എന്തായാലും പ്രാഥമിക വിവരങ്ങൾ അനുസരിച്ച് അതൊരു സ്വാഭാവിക മരണം എന്ന നിലയിൽ തന്നെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ സൂചനകൾ. അത് പ്രാഥമിക കണ്ടെത്തലുകളാണ്. അതിൽ ശാസ്ത്രീയ പരിശോധന ഫലം വരാൻ ഒരുപക്ഷെ ദിവസങ്ങൾ എടുത്തേക്കാം. എങ്കിലും ഇതുവരെയുള്ള സൂചനകൾ അദ്ദേഹം ശ്വാസം മുട്ടി മരിച്ചതല്ല. ഈ ഭസ്മമടക്കം അതിൽ സമാധിത്തറയിലുണ്ടായിരുന്നു. അതിൻ്റെ അംശങ്ങളൊന്നും ശ്വാസകോശത്തിലൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഈ ഘട്ടത്തിൽ വരുന്നവരും ഒരു സ്വാഭാവിക മരണമെന്ന നിലയിൽ വിലയിരുത്തുകയാണ്. ഈ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ, കൂടുതൽ പ്രതികരണങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഔദ്യോഗികമായി അതിൻ്റെ വിശദീകരണം പോലീസോ അല്ലെങ്കിൽ അവിടുത്തെ ഫോറൻസിക് ഈ പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയവരോ ഒക്കെ നൽകാനിരിക്കുന്നതേ ഉള്ളൂ. പ്രാഥമിക വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. കല്ലറ തുറക്കാനുള്ള നടപടികൾക്കായി പുലർച്ചെ 5 മണിയോടെ പോലീസ് ഉദ്യോഗസ്ഥർ ആറാലുംമൂട്ടിലെ വീട്ടിലെത്തി. ഹൈക്കോടതി ഇടപെടലിന് പിന്നാലെ കനത്ത പോലീസ് സന്നാഹത്തിലായിരുന്നു കല്ലറ തുറന്ന് മൃതദേഹം പുറത്തെടുത്തത്. ഒരാഴ്ചയായി തുടരുന്ന വിവാദങ്ങൾക്കൊടുവിൽ സമാധാനപരമായാണ് ഈ നടപടികളാകെ പൂർത്തീകരിച്ചത്. രാവിലെ 5 മണി. ആദ്യ പോലീസ് സംഘം നെയ്യാറ്റിൻകരയിലെ ഗോപൻസ്വാമിയുടെ കല്ലറയ്ക്ക് സമീപത്തേക്ക് 5:30 ഫോറൻസിക് സംഘവും എത്തി. നെയ്യാറ്റിൻകര ഡിവൈഎസ്പിയും തിരുവനന്തപുരം സബ് കളക്ടർ OV ആൽഫ്രഡും എത്തിയതോടെ 7:15 കല്ലറ പൊളിക്കാനുള്ള നടപടികൾ തുടങ്ങി. നമ്മൾ അവിടെ ചെന്നിട്ട് ആരംഭിക്കുന്നതായിരിക്കും, നിയമപരമായ കാര്യങ്ങൾ ആരംഭിക്കുന്നതായിരിക്കും. കനത്ത പോലീസ് ബന്ദോബസ്തിലായിരുന്നു ഇതെല്ലാം. കുടുംബാംഗങ്ങൾ ഇന്ന് പ്രതിഷേധിച്ചതുമില്ല. 7:30 കല്ലറയിൽ മൃതദേഹം കണ്ടെത്തി. കഴുത്തറ്റം ഭസ്മം മൂടിയ നിലയിലായിരുന്നു. മൃതദേഹം കാര്യമായി അഴുകിയിരുന്നില്ല. ചമ്മം പൊട്ടി ഇരിക്കുന്നതായിട്ടാണ് കണ്ടത്. ഭസ്മം മാത്രമേ കാണാൻ പാടുള്ളൂ. പിന്നെ കർപ്പൂരം ഉണ്ടായിരുന്നു, കർപ്പൂരിന്റെ സ്മെല്ലുണ്ടായിരുന്നു. കല്ലറയിൽ നെയ്യാറ്റിൻകര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പോലീസ് വിശദമായ പരിശോധന നടത്തി. ഫോറൻസിക് സംഘം വസ്തുതകൾ ശേഖരിച്ചു. 7:35 ഇൻക്വസ്റ്റ് നടപടികൾ. ശരീരത്തിൽ മുറിവുകളൊന്നും കണ്ടെത്തിയിട്ടില്ല. 8:30 മൃതദേഹം പ്രദേശത്ത് നിന്നും പോസ്റ്റ്മോർട്ടത്തിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചു. തിരുവനന്തപുരം. ഏതാണ്ട് ഇന്ന് പുലർച്ചെ 5 മണി മുതൽ ഈ സമയം വരെ നടന്ന വിവരങ്ങളുടെ വിശദാംശങ്ങളാണ് നമ്മൾ കണ്ടത്. ഒരിക്കൽ കൂടി നെയ്യാറ്റിൻകരയിലേക്ക് പോകുന്നു. സജോ ദേവസ്യ അവിടുന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. സജോ, ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്ന് ഉമേഷ് നൽകിയ വിവരം അനുസരിച്ചാണെങ്കിൽ അതൊരു സ്വാഭാവിക മരണം എന്ന നിലയിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അതിൽ കൂടുതൽ സ്ഥിരീകരണമുണ്ട്. ഇനി ശാസ്ത്രീയ പരിശോധന റിപ്പോർട്ടുകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. അത് ഒരുപക്ഷെ കൂടുതൽ സാവകാശം അതിന് വേണ്ടി വന്നേക്കാം. എങ്കിലും ഇതുവരെയുള്ള സൂചനകൾ അനുസരിച്ച് അതൊരു സ്വാഭാവിക മരണം എന്ന നിലയിലാണ് ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇനിയിപ്പോൾ അവിടെ അടുത്ത നടപടികൾ എന്ന് വെച്ചാൽ നെയ്യാറ്റിൻകരയിൽ അടുത്ത നടപടികൾ എന്തൊക്കെയാണ്? ഇപ്പോഴും വലിയ പോലീസ് സുരക്ഷ ആ പരിസരത്തൊക്കെ ഉണ്ടോ? നാട്ടുകാർ എന്തെങ്കിലും പ്രതികരണങ്ങളോ മറ്റോ ഈ സമയത്ത് നൽകിയിരുന്നോ? വിജയകുമാർ, നിലവിൽ പുറത്തു വരുന്ന സൂചനകൾ പ്രകാരമാണ് ഈ ഒരു സ്വാഭാവിക മരണത്തിന്റെ സാധ്യതയുള്ളത്.
അതേസമയം ഇതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം ഇപ്പോൾ പ്രാഥമികമായി പുറത്തു വന്ന വിവരങ്ങൾ വെച്ചാണെങ്കിൽ കൂടുതൽ പ്രതിഷേധങ്ങൾക്കുള്ളൊരു സാധ്യത കൂടിയും അത് സൃഷ്ടിക്കുന്നു എന്നതാണ് നമ്മളിതിൽ കാണേണ്ട ഒരു കാര്യം. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകേണ്ടതുണ്ട്. അതിൽ ബന്ധുക്കൾ ഏറ്റെടുക്കുമോ, അതായത് ഇനിയിപ്പോൾ ആചാരപ്രകാരം വീണ്ടും ഒരു സമാധി, ഒരു പുനർസമാധി എന്ന നിലയ്ക്ക് ഒരു സാധ്യത ആചാരപരമായി ഇല്ല എന്നിവിടെ പലരും നേരത്തെ പറഞ്ഞിരുന്നു. അങ്ങനെ വരുമ്പോൾ അതെന്താകും ചെയ്യുക? ഇവിടെ ഇപ്പോൾ വിട്ടു നൽകിയാൽ അധികം വൈകാതെ തന്നെ വിട്ടു നൽകും. അങ്ങനെ വരുമ്പോൾ ഇങ്ങോട്ടേക്ക് തന്നെ തിരികെ കൊണ്ടുവരേണ്ടതുണ്ട്. പക്ഷേ ഇവിടെ പ്രത്യേകിച്ച് ഒരു ക്രമീകരണവും ഒരുക്കിയിട്ടില്ല. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗോപൻ സ്വാമിയുടെ ഭാര്യ സുലോചന, മകന്റെ ഭാര്യയൊക്കെ ഇവിടെയുണ്ട്. ഒരു മകനാണ് മെഡിക്കൽ കോളേജിലുള്ളത്. ഇവിടെ നേരത്തെ ഈ ഷീറ്റ് മറച്ചിരിക്കുന്ന ഭാഗത്താണ് ഈ കല്ലറ അല്ലെങ്കിൽ അവർ സമാധി എന്ന് വിളിച്ചിരുന്ന ആ ഭാഗമുള്ളത്. അതവിടെ പൊളിച്ചിട്ട ആ നിലയിൽ തന്നെയാണ് ഉള്ളത്. അങ്ങനെ വരുമ്പോൾ ഇനിയിപ്പോൾ സംസ്കാരം എങ്ങനെയായിരിക്കും? ആ കാര്യത്തിൽ എന്താണ് വേണ്ടത്? കുടുംബത്തിന്റെ അഭിപ്രായമാണ് അവർക്ക് തിരിച്ചു വിട്ടുകൊടുക്കുക എന്നാണ്. ഇവിടെ പക്ഷേ വലിയ പോലീസ് സന്നാഹം, ഇപ്പോഴും ഇവിടെ പോലീസ് സന്നാഹമുണ്ട്. ഈ വീടിന്റെ ദൃശ്യങ്ങളിലേക്ക് പോയാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റു കുടുംബാംഗങ്ങൾ ഇപ്പോഴും ഇവിടെയുണ്ട്. അവരോട് നമ്മൾ പ്രതികരണമൊക്കെ നേരത്തെ ആരാഞ്ഞിരുന്നെങ്കിലും അവർ ഒരു തരത്തിലുള്ള പ്രതികരണത്തിനും തയ്യാറായിട്ടില്ല. അവിടെയും വീട്ടിലും വലിയ പോലീസ് സാന്നിധ്യമുണ്ട്. കാരണം ഇതുവരെ ലഭ്യമായ സൂചനകൾ പ്രകാരമുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത്. അങ്ങനെയെങ്കിൽ ഈ കാര്യത്തിൽ കൂടുതൽ, നേരത്തെ നമ്മൾ പല വൈകാരിക പ്രതിഷേധങ്ങളും കണ്ടതാണ്, കൂടുതൽ പ്രതിഷേധത്തിന്റെ സാധ്യത കാണുന്നുണ്ട്. അതിന്റെ കൂടുതൽ അന്തിമ പരിശോധനാ ഫലം അല്ലെങ്കിൽ ആ പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ റിപ്പോർട്ട് തന്നെ പൂർണ്ണമായും പുറത്തു വരേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ അക്കാര്യത്തിൽ പരിപൂർണ്ണ വ്യക്തത കൈവരുകയുള്ളൂ എന്നതൊരു വസ്തുതയാണെന്നിരിക്കെ തന്നെ ഈ കാര്യത്തിൽ പലതരത്തിലുള്ള വൈകാരിക പ്രതിഷേധങ്ങൾക്കോ കൂടുതൽ അത്തരം സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയുകയില്ല. അതും പോലീസ് മുന്നിൽ കാണുന്നുണ്ട്. ഏതായാലും ദുരൂഹത നീക്കുക എന്നത് മാത്രമായിരുന്നു ലക്ഷ്യം എന്ന് നേരത്തെ തന്നെ ജില്ലാ ഭരണകൂടവും പോലീസും ഒക്കെ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇക്കാര്യത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നൊക്കെ ഈ പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ റിപ്പോർട്ടും അതിനുശേഷം കെമിക്കൽ എക്സാമിനേഷന്റെ ഫലം വരണമെങ്കിൽ കുറച്ചുകൂടി ദിവസങ്ങൾ കാത്തിരിക്കുകയും വേണം യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്നൊക്കെ അറിയാൻ. പക്ഷേ ഇക്കാര്യത്തിൽ ഏറ്റവും ഒടുവിൽ പോലും ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഇനിയും അത്തരം പല പല സംശയങ്ങൾ, വഴിത്തിരിവുകളൊക്കെ ഇക്കാര്യത്തിൽ സംഭവിക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ശരി സജോ, എന്തായാലും ഇതുവരെ വളരെ സമാധാനപരമായി ആ കാര്യങ്ങൾ നടന്നു. ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ അക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. കോടതി നിർദ്ദേശപ്രകാരമാണ്, ഒരുപക്ഷെ കോടതിയുടെ അനുമതിയോടുകൂടിയാണ് ഇതൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ആ നിലയ്ക്ക് പോലീസ് പരിശോധിക്കുകയും തുടർ നടപടികളൊക്കെ സ്വീകരിക്കുകയും ചെയ്യും. ഇപ്പോൾ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. അത് വിട്ടുകൊടുത്താൽ പിന്നീട് സംസ്കാര ചടങ്ങുകൾ എങ്ങനെയാണ്, അത്തരം കാര്യങ്ങളൊക്കെ അതിൻ്റെ തീരുമാനങ്ങളൊക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഔദ്യോഗികമായി ഇക്കാര്യത്തിലുള്ള വിശദീകരണങ്ങൾ അടുത്ത മണിക്കൂറുകളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്നത്തെ മറ്റു ചില പ്രധാന റിപ്പോർട്ടുകളിലേക്ക് കൂടി വാർത്താമഴ കടക്കുകയാണ്. ബഹിരാകാശത്ത് ഉപഗ്രഹങ്ങളെ കൂട്ടിച്ചേർക്കാനുള്ള ISROയുടെ സ്പെഡെക്സ് പരീക്ഷണം വിജയം. സ്പേസ് ഡോക്കിംഗ് വിജയകരമായി പൂർത്തിയാക്കി രാജ്യം ചരിത്ര ദൗത്യത്തിൽ ഏറെ മുന്നിലെത്തിയിരിക്കുകയാണ്. ഈ നേട്ടം കൈവരിക്കുന്ന 4ാമത്തെ രാജ്യമായി ഇതോടെ ഇന്ത്യ മാറി. 16 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇന്ത്യ ബഹിരാകാശത്ത് മായാജാലം തീർത്തത്. രാവിലെ വരെ 1.5 കിലോമീറ്റർ അകലെയായിരുന്നു 2 ഉപഗ്രഹങ്ങളും. ബംഗളൂരുവിലെ ഇസ്ട്രാക്കിലായിരുന്നു കൺട്രോളിംഗ് പോയിന്റ്. ആദ്യം ഘട്ടം ഘട്ടമായി അകലം കുറച്ചു, പിന്നീട് ഉപഗ്രഹങ്ങൾ തമ്മിൽ കൂട്ടിയോജിപ്പിച്ചു. ശേഷം സിഗ്നലിനായുള്ള കാത്തിരിപ്പ്. വൈകാതെ ISROയുടെ സ്ഥിരീകരണം വന്നു. ഇതോടെ അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ചൈനയ്ക്കും ശേഷം സ്പേസ് ഡോക്കിംഗ് നടത്തുന്ന 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറി. ഇന്ത്യയുടെ ഭാവി ബഹിരാകാശ പരീക്ഷണങ്ങൾക്ക് ഡോക്കിംഗ് അനിവാര്യമായിരുന്നു. ഗഗൻയാൻ, ചന്ദ്രയാൻ ദൗത്യങ്ങൾക്കും സ്വന്തമായി ബഹിരാകാശ നിലയമുണ്ടാക്കാനുള്ള ഇന്ത്യൻ ലക്ഷ്യത്തിനും കരുത്തു പകരുന്നതാണ് ഡോക്കിംഗ്. ഡോക്കിംഗ് നടത്തിയ ഉപഗ്രഹങ്ങളെ വേർപിരിക്കുന്നതോടെയാണ് ദൗത്യം പൂർത്തിയാവുക. രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ ഇസ്രോയുടെ നേട്ടത്തെ അഭിനന്ദിച്ചു. മുഹമ്മദ് റഹീസ്, 24, ചെന്നൈ. ഇന്നത്തെ മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷയ്ക്ക് പുതിയ മേൽനോട്ട സമിതിയെ നിയോഗിച്ച് കേന്ദ്രം. ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റി ചെയർമാൻ അധ്യക്ഷനായ സമിതിയിൽ കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും പ്രതിനിധികൾ അംഗങ്ങളാണ്. കേരളത്തിന് നേട്ടമാണ് ഈ പുതിയ തീരുമാനം. മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡാം സുരക്ഷാ അതോറിറ്റിക്ക് കൈമാറുമെന്ന് കേന്ദ്ര ജല കമ്മീഷൻ നേരത്തെ സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന്റെ ഇടപെടൽ. നിലവിലുണ്ടായിരുന്ന മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതി പിരിച്ചുവിടുകയും പുതിയ മേൽനോട്ട സമിതിക്ക് രൂപം നൽകുകയും ചെയ്തു. ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റിയുടെ ചെയർമാനാണ് സമിതിയുടെ പുതിയ അധ്യക്ഷൻ. കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും പ്രതിനിധികൾ ഉൾപ്പെടെ സമിതിയിൽ 7 അംഗങ്ങളാണ് ഉള്ളത്. പുതിയ സമിതി ഡാം തുടർച്ചയായി പരിശോധിക്കും.
കാലവർഷത്തിനു മുൻപും കാലവർഷ സമയത്തും ഡാം സസൂക്ഷ്മം നിരീക്ഷിക്കും. സുരക്ഷ നിരീക്ഷിച്ച് ആവശ്യമായ നടപടികൾ നിർദ്ദേശിക്കുമെന്നും ആ നടപടികൾ തമിഴ്നാട് നടപ്പിലാക്കണമെന്നും ജലശക്തി മന്ത്രാലയം പുറപ്പെടുവിച്ച ഉത്തരവിൽ പറയുന്നു. ഇരു സംസ്ഥാനങ്ങളുടെയും സഹകരണവും ഈ വിഷയത്തിൽ തേടിയിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ കേരളം നിരന്തരം ആവശ്യപ്പെട്ട കാര്യമായിരുന്നു ഇത്. 24 ഡൽഹി. പടനായകനെന്നും ഫിനിക്സ് പക്ഷിയെന്നും വിശേഷിപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിലിരുത്തി വാഴ്ത്തുപാട്ട്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ പരിപാടിയിൽ 100 വനിതകൾ ഗാനം ആലപിക്കുമ്പോഴാണ് വേദിയിലേക്ക് പിണറായി വിജയൻ എത്തിയത്. വാഴ്ത്തുപാട്ടിൽ മുഖ്യമന്ത്രി പ്രതികരിച്ചില്ല. ഉദ്ഘാടനത്തിന് ശേഷം മടങ്ങുമ്പോഴും ഇതേ ഗാനം വേദിയിൽ ആലപിച്ചു. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്തു നിന്ന്. അലക്സ്, മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ പ്രതികരണം നടത്തിയില്ല, പക്ഷേ മറ്റു ചില പരാമർശങ്ങൾ, കേരളത്തിൻ്റെ വികസനവുമൊക്കെയായി ബന്ധപ്പെട്ട മറ്റു ചില പരാമർശങ്ങൾ അദ്ദേഹം നടത്തുകയും ചെയ്തു. എന്തൊക്കെയായിരുന്നു വിവരങ്ങൾ? ഇനി ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം അതിൽ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ ഈ വിഷയത്തിൽ? വിജയകുമാർ, കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ സുവർണ ജൂബിലി മന്ദിരം ഉദ്ഘാടനം ചെയ്യവെയാണ് മുഖ്യമന്ത്രിക്ക് ഒരു സ്തുതിഗാനം ആലപിക്കപ്പെട്ടത്. അത് ഇന്നലെ തന്നെ ആ ഗാനം പുറത്തു വന്നതിൽ തന്നെ അത് വലിയ വിവാദമായിരുന്നു. അതിൽ ഈ എംപ്ലോയീസ് അസോസിയേഷൻ ഭാരവാഹികൾ നൽകിയ വിശദീകരണം, മുഖ്യമന്ത്രി ഊറ്റുകുടിയിലെ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്ന അതേ സമയത്ത് 100 വനിതകൾ അല്ലെങ്കിൽ 100 ജീവനക്കാർ ചേർന്ന് ഈ പൊതുസമ്മേളനം നടക്കുന്ന ഈ സെൻട്രൽ സ്റ്റേഡിയത്തിലെ ഈ ബാസ്കറ്റ്ബോൾ കോർട്ടിൽ ആ ഗാനം ആലപിക്കുമെന്നുള്ളതാണ്. പക്ഷേ മുഖ്യമന്ത്രി ഇവിടേക്ക് അതായത് മുഖ്യമന്ത്രിക്ക് ഈ ഗാനം അകമ്പടി പാടുകയായിരുന്നു. മുഖ്യമന്ത്രി വേദിയിലിരിക്കെയാണ് ആ പാട്ട് പാടി ഒഴിപ്പിക്കുന്നത്. മാത്രമല്ല മുഖ്യമന്ത്രി മടങ്ങുമ്പോഴും സമാനമായി തന്നെ ആ ഗാനം പാടി എന്നുള്ളതാണ്. മുഖ്യമന്ത്രി പക്ഷേ ഈ പ്രസംഗത്തിൽ ഒരിടത്തും ഈ ഗാനത്തെപ്പറ്റി മുഖ്യമന്ത്രി പരാമർശിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഏറ്റവും ഒടുവിൽ സംസാരിച്ച CPM-ന്റെ ജില്ലാ സെക്രട്ടറി വർക്കല MLA-യുമായ വി ജോയ് വലിയ വിമർശനം ഉന്നയിച്ചു. അതായത് കേരളം പടുത്തു ഉയർത്തുന്നതിൽ, ഇന്ന് കാണുന്ന തരത്തിലേക്ക് കേരളം മാറ്റുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഒരാളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആ പേര് പറയുന്നതിൽ ചിലർക്ക് അസ്വസ്ഥതയുണ്ട്. അത് അംഗീകരിക്കാനാകില്ല. അത് കഴിഞ്ഞ വോട്ടെടുപ്പിൽ ജനം തെളിയിച്ചതാണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടാണ് അദ്ദേഹം ഇവിടെ നിന്ന് പോയത്. എന്താണെങ്കിലും ഈ ഗാനം എഴുതിയ പൂവത്തൂർ ചിത്രസേനൻ 24-നൊപ്പമുണ്ട്. ഇങ്ങനെ ഒരു ഗാനത്തിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയാണ്? ഞാൻ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ പ്രസിഡന്റായ പി ഹണി, അദ്ദേഹം എന്നോട് പറഞ്ഞു നമ്മുടെ സുവർണ ജൂബിലി മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിന് ഒരു വിപ്ലവ ഗാനം എഴുതണം, അതിലെ മുഖ്യമന്ത്രിയെ കൂടെ സൂചിപ്പിച്ചോ എന്ന് പറഞ്ഞു. അപ്പം പി ഹണി അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ ഈ ഗാനം എഴുതിയത്. ഈ ഗാനത്തിലുടനീളം അതായത് മുഖ്യമന്ത്രിയുടെ ഒരു ചരിത്രം തന്നെ പറയുന്നുണ്ടല്ലോ. അതെ, അല്ലേ, നമ്മുടെ മുഖ്യമന്ത്രിയുടെ ചരിത്രം പറയാതിരിക്കുന്നത് ശരിയാണോ? കേരളത്തിലെ ഭരണാധികാരികളിൽ വെച്ച് തുടർ ഭരണം കിട്ടിയ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി, അദ്ദേഹത്തിന്റെ ജീവിത ആദർശങ്ങളും ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളും എല്ലാം സമഗ്രമായിട്ട് ഞാൻ എഴുതാൻ തുടങ്ങിയപ്പോൾ തന്നെ ഒരു ചലച്ചിത്രം കാണുന്നത് പോലെ ഇങ്ങനെ വരികയാണ്. ആ ചലച്ചിത്രം കാണുന്ന പോലെ ഇങ്ങനെ വരികയും അതെല്ലാം ഞാൻ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. രാത്രി 2:30 മണിക്കാണ് ഞാൻ എഴുതാൻ തുടങ്ങിയത്, ഓർമ്മിക്കണം. രാവിലെ 5:30 മണിക്കാണ് ഈ എഴുത്ത് തീരുന്നത്. പക്ഷെ എനിക്ക് എന്തോ ഒരു പ്രചോദനം പോലെ ഞാനങ്ങ് എഴുതി എന്നുള്ളതാണ്. ഒറ്റ ഇരിപ്പിന് 3 മണിക്കൂർ കൊണ്ട് എഴുതി, ഒറ്റ എഴുത്തേ ഞാൻ എഴുതുള്ളൂ. എഴുതി വെച്ചു. മുഖ്യമന്ത്രിയുടെ ആരാധകനാണ്. മുഖ്യമന്ത്രിയുടെ ആരാധന എന്ന് വെച്ചാല് എന്റെ പിതാവ് പൂവത്തൂർ ഭാർഗവൻ എന്നാണ് പേര്, മഹാകവി പൂവത്തൂർ ഭാർഗവൻ. 3 മഹാകാവ്യമുണ്ട്. കിരാതവംശം മഹാകാവ്യം, ശ്രീനാരായണ ഗുരുദേവ ഭാഗവതം, ഇപ്പോഴത്തെ ശാസ്താപുരാണ ഭാഗവതം, പിന്നെ താനാട്ട സൂത്രം ഗവേഷണ ഗ്രന്ഥമാണ്. പിന്നെ കൃതികൾ ഇഷ്ടം പോലെ ഉണ്ട്. ആ വലിയൊരു മരത്തിന്റെ ചോട്ടിലുള്ള ഒരു ചെറിയ ഒരു പുല്ലാണ് ഞാൻ. അപ്പൊ അദ്ദേഹത്തിന്റെ അനുഗ്രഹം കൊണ്ടാണ് എനിക്കിത് എഴുതാൻ കഴിഞ്ഞത്. ഞാൻ എന്റെ അച്ഛനെ കാണുന്നത് പോലെ ഞാൻ പിണറായി കാണും. കോവിഡും പ്രളയവും മഹാമാരിയും ഒക്കെ കേരളം ഒറ്റക്കെട്ടാണ് നേരിട്ടത്. അത് മുഖ്യമന്ത്രിയുടെ പേരിലേക്ക് മാത്രം ആ ക്രെഡിറ്റ് മുഴുവൻ അങ്ങ് പാട്ടി കൊടുക്കുക അല്ല, അങ്ങനെയല്ല. അതിന് നയിക്കാൻ ഒരാളില്ലേ? ഇപ്പൊ കാരണവരായിട്ട് കേരളത്തിന്റെ കാരണവരായിട്ട് നിന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേര് ഞാൻ എടുത്തു വെക്കേണ്ടത്. അല്ലാതെ ഞാൻ മറ്റാരും ചെയ്തില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നമുക്കൊരു കൈത്താങ്ങായിട്ട് നമ്മളെ സഹായിക്കുന്ന നമ്മുടെ ഒരു കാരണക്കാരൻ അതാണ് നമ്മുടെ പിണറായി സാർ. ഇത്തരത്തിലൊരു വ്യക്തി കേന്ദ്രീകൃതമായ ഒരു സ്തുതിയൊന്നും ഇടതു രാഷ്ട്രീയത്തിൽ അത്ര കണ്ട് പരിചിതമല്ല. ഇല്ല. പക്ഷെ ഇടത് രാഷ്ട്രീയം എന്നുള്ള രീതിയിലല്ല ഞാൻ കണ്ടത്.
കേരളത്തിലെ സമൂഹത്തെ സംരക്ഷിക്കുന്ന ഒരു സംരക്ഷകൻ, ഒരു ഭരണാധികാരി അദ്ദേഹത്തിന് വേണ്ടി സമർപ്പിക്കുന്ന ഒരു കവിത. അതായിരുന്നു എന്റെ കവിത. വലിയ ട്രോളുകൾ ഒക്കെ വരുന്നുണ്ട്. അല്ല, എന്ത് വന്നാലും ഞാന് ആരോട് തന്നെ കാവലാൾ, നേരത്തെ കാരണഭൂതൻ എന്നുള്ള പേരായിരുന്നു, ഇപ്പൊ കാവലാൾ എന്നൊക്കെ പേരിലും മുഖ്യമന്ത്രിക്കെതിരെ അങ്ങയുടെ വരികൾ വെച്ചുള്ള ട്രോളുകളാണ്. അതെ, കാവലാളെന്ന് എന്റെ കവിതയുടെ പേരാണ് കാവലാള്. അതെ, കാവലാളാണല്ലോ അല്ലേ, നമ്മുടെ സംരക്ഷകനല്ലേ, അപ്പൊ ആ പേര് ഞാൻ കൊടുത്തു. ട്രോളുകളും വിമർശനങ്ങളൊന്നും അതൊന്നും എനിക്ക് ബാധകമേ അല്ല. ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യില്ല. കാര്യം എന്റെ മനസ്സിൽ തോന്നിയ ഭാവങ്ങൾ, എന്റെ മനസ്സിൽ തോന്നിയ വികാരവും എന്റെ നാട്ടിന്റെ നന്മയ്ക്കും വേണ്ടി ഒരു ഭരണാധികാരി നിൽക്കുന്നു, ആ ഭരണാധികാരിക്ക് വേണ്ടി സമർപ്പിക്കാൻ ഞാൻ. ശരി, അലക്സ് എന്തായാലും അദ്ദേഹം സംസാരിക്കട്ടെ. അദ്ദേഹത്തിന് അക്കാര്യത്തിൽ പറയാനുള്ളത് അദ്ദേഹം അലക്സിനോട് വിശദീകരിക്കട്ടെ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഉണ്ടായില്ല. ഉദ്ഘാടനത്തിന് ശേഷം അദ്ദേഹം വേദിയിൽ നിന്ന് മടങ്ങുമ്പോഴും സംഘാടകർ ഇതേ ഗാനം അവിടെ ആലപിച്ചിരുന്നു എന്ന വിവരം കൂടിയുണ്ട്. അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. ഗാനരചയിതാവാണ് അലക്സിനൊപ്പം ഇപ്പോൾ സംസാരിക്കുന്നത്. സിനിമാ ലോകത്തെ ഞെട്ടിച്ച് ബോളിവുഡ് താരം സെയ്ഫ് അലി ഖാന് നേരെ ആക്രമണം. മുംബൈ ബാന്ദ്രയിലെ വസതിയിൽ അർദ്ധരാത്രിയാണ് അക്രമികൾ സെയ്ഫ് അലി ഖാനെ കത്തികൊണ്ട് പലവട്ടം കുത്തിയത്. കഴുത്തിനും കൈക്കും പരിക്കേറ്റ താരത്തെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. കസ്റ്റഡിയിലെടുത്ത സെയ്ഫിന്റെ 3 ജീവനക്കാരെ ചോദ്യം ചെയ്യുകയാണ്. ഭാര്യ കരീന കപൂറിന്റെ ബാന്ദ്ര വെസ്റ്റിലെ വസതിയിൽ വെച്ചാണ് സെയ്ഫ് അലി ഖാൻ ആക്രമണത്തിന് ഇരയായത്. പുലർച്ചെ 2:30യോടെയാണ് സംഭവം. വീട്ടിൽ അതിക്രമിച്ചു കയറിയ ആക്രമിയുമായി വീട്ടുജോലിക്കാരി തർക്കിക്കുന്നത് കേട്ട് സെയ്ഫ് അലി ഖാൻ എഴുന്നേറ്റ് ചെല്ലുകയായിരുന്നെന്ന് പോലീസ് പറയുന്നു. പ്രകോപിതനായ ആക്രമി കത്തികൊണ്ട് പലവട്ടം കുത്തി. വീട്ടുജോലിക്കാരിക്കും പരിക്കേറ്റു. പിന്നാലെ പ്രതി ഓടി രക്ഷപ്പെട്ടു. സെലിബ്രിറ്റികൾ പലരും താമസിക്കുന്ന ബാന്ദ്രയിലെ പ്രധാനപ്പെട്ട ഇടത്ത് തന്നെയാണ് സെയ്ഫ് അലി ഖാന്റെ ഈ വസതിയും. വലിയ ഗേറ്റും മതിലുമൊക്കെ ചാടിക്കടന്ന് കോമ്പൗണ്ടിനകത്ത് അക്രമിക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞാലും മുന്നോട്ട് ഈ കെട്ടിടത്തിനകത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ ബയോമെട്രിക് ഗേറ്റ് അടക്കമുള്ള സുരക്ഷാ സംവിധാനങ്ങളൊക്കെ മറികടക്കേണ്ടതുണ്ട്. ഇതാണ് ഈ സംഭവത്തിലെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നത്. ചോരയിൽ കുളിച്ച നടനെ സമീപത്തെ ലീലാവതി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 2 മുറിവുകൾ ആഴത്തിലുള്ളതാണ്. അതിൽ നട്ടലിനോട് ചേർന്ന ഭാഗത്ത് വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ശസ്ത്രക്രിയ നടത്തി. ക്രൈംബ്രാഞ്ച് സംഘം വിവിധ സംഘങ്ങളായി തിരിഞ്ഞാണ് പ്രതിക്കായി അന്വേഷണം നടത്തുന്നത്. മോഷണശ്രമമായിരുന്നു എന്ന കാര്യത്തിൽ സ്ഥിരീകരണമില്ല. ഫോറൻസിക് സംഘവും ഡോഗ് സ്ക്വാഡും വസതിയിൽ പരിശോധന നടത്തി. നടന്റെ ജീവനക്കാരായ 3 പേരെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി വിശദമായ മൊഴിയെടുത്തു. ആക്രമണം നടക്കുമ്പോൾ ഭാര്യ കരീന സഹോദരിമാരോടൊപ്പം മറ്റൊരു വീട്ടിലായിരുന്നു. മുംബൈയിൽ നിന്നും വരുൺ വടശ്ശേരിക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. ഗസയിൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലേക്ക്. ഞായറാഴ്ച മുതൽ കരാർ നിലവിൽ വരും. ഇതോടെ 15 മാസം നീണ്ടുനിന്ന യുദ്ധത്തിന് അവസാനമാകുമെന്നാണ് പ്രതീക്ഷ. യുഎസിന്റെ നേതൃത്വത്തിലും ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മധ്യസ്ഥതയിലും ദോഹയിൽ മാസങ്ങളായി നടന്ന നീണ്ട ചർച്ചകളാണ് വിജയം കണ്ടത്. കരാർ യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഞായറാഴ്ച കരാർ പ്രാബല്യത്തിൽ വരുമെന്ന് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ റഹ്മാൻ അൽത്താനി വ്യക്തമാക്കി. And to continue implementing these procedures and measures in accordance with the agreement. The state of Qatar will continue working jointly with its partners in order to make sure that this deal is implemented in full and that calm returns to the Gaza Strip in a sustainable manner, and we will never give up the people of Gaza. Thank you. ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി സ്ഥാനമേൽക്കുന്ന 20 മുൻപ് വെടിനിർത്തൽ പ്രഖ്യാപനം നടത്താൻ യുഎസ് സമ്മർദ്ദം ചെലുത്തിയിരുന്നു. തന്റെയും ട്രംപിന്റെയും സംഘങ്ങളുടെ ഒരുമിച്ചുള്ള ശ്രമങ്ങളാണ് വെടിനിർത്തലിലേക്ക് നയിച്ചതെന്ന് ജോ ബൈഡൻ പറഞ്ഞു. ഗസ ജനതയുടെ ധീരതയുടെ വിജയമാണിതെന്ന് ഹമാസ്. വെടിനിർത്തൽ പ്രഖ്യാപനം വന്നതോടെ ഗസയിലെങ്ങും ജനം ആഹ്ലാദ പ്രകടനം നടത്തി. നാൽപ്പത്തിരണ്ട് ദിവസം നീളുന്ന ആദ്യഘട്ടത്തിന്റെ തുടക്കത്തിൽ ഹമാസിന്റെ ബന്ദികളായ 100 പേരിൽ 33 പേരെ മോചിപ്പിക്കും. പകരം ഇസ്രയേൽ ജയിലിലുള്ള 100-ലേറെ പലസ്തീൻകാരെ വിട്ടയക്കും. ഗസയിലെ ജനവാസ മേഖലകളിൽ നിന്ന് ഇസ്രയേൽ സൈന്യം പിന്മാറും. ആദ്യഘട്ടം തീരും മുൻപ് തന്നെ 2ാം ഘട്ടത്തിനുള്ള ചർച്ച ആരംഭിക്കും. ന്യൂസ് ഡെസ്ക് 24. വയനാട് DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ IC ബാലകൃഷ്ണൻ MLA ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളുടെ ജാമ്യാപേക്ഷയിൽ ശനിയാഴ്ച കോടതി വിധി പറയും. കൽപ്പറ്റ സെഷൻസ് കോടതിയിൽ കേസിന്റെ വാദം പൂർത്തിയായി. വിപിൻ C വിജയൻ വിവരങ്ങൾ നൽകും. കൽപ്പറ്റയിൽ നിന്ന് വിപിൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? വാദം പൂർത്തിയായി, അതിന്റെ വിധിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. കോടതിയിൽ ഇന്ന് നടന്ന വാദം, അതിന്റെ ചുരുക്കം എങ്ങനെയായിരുന്നു?
വിജയകുമാർ, ഇന്ന് പ്രതിഭാഗത്തിനു വേണ്ടി മുൻ DCC ട്രഷററായിട്ടുള്ള KK ഗോപിനാഥിന്റെയും ഒപ്പം തന്നെ പ്രോസിക്യൂഷന്റെയും വാദമാണ് പ്രധാനമായും നടന്നത്. ഇപ്പോൾ ഇതാ ഉച്ചയോടുകൂടി വാദം പൂർത്തിയായിരിക്കുന്നു. 18-ന്, അതായത് ഈ മറ്റന്നാൾ ശനിയാഴ്ചയാണ് വിധി പറയാൻ മാറ്റിയിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ KK ഗോപിനാഥിനൊഴികെയുള്ള മറ്റു രണ്ടുപേർ, അതായത് MLA IC ബാലകൃഷ്ണന്റെയും ND അപ്പച്ചന്റെയും വാദമാണ് ഇന്നലെ കേട്ടത്. ഈ മൂന്ന് പ്രതിഭാഗത്തു നിന്നുള്ള പ്രതികളും പ്രധാനമായും പറഞ്ഞത് ഈ ഒരു ആത്മഹത്യയിൽ പങ്കില്ല, ഒപ്പം തന്നെ ഇത് ഇവർക്ക് ഒരു തരത്തിലുള്ള പങ്കും ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടില്ല, ഇതൊക്കെ കെട്ടിച്ചമച്ചതാണ് എന്നുള്ള രീതിക്കായിരുന്നു. ഇന്നിപ്പോൾ KK ഗോപിനാഥിൻ്റെ പ്രധാനമായും പറഞ്ഞത് ഇതൊരു കുടുംബ പ്രശ്നമാണ്. ആത്മഹത്യാ കുറിപ്പിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളുണ്ട്, കടബാധ്യതയെ കുറിച്ചിട്ടുണ്ട്, നേതാക്കളുടെ പേരുകളുണ്ട്. എങ്കിൽ പോലും അത് ആത്മഹത്യയിലേക്ക് എത്തിക്കുന്ന ഒരു കാരണമല്ല. അതുകൊണ്ട് തന്നെ ഇതിൽ കുടുംബ പ്രശ്നമാണ് ഈ ഒരു ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ളതായിരുന്നു KK ഗോപിനാഥിൻ്റെ അഭിഭാഷകൻ ഇന്ന് പ്രധാനമായും പറഞ്ഞത്. പ്രോസിക്യൂഷന്റെ വാദം കോൺഗ്രസ് പാർട്ടിയാണ് ഈ ഒരു ആത്മഹത്യയിലേക്ക് നയിച്ചത്. അവരുടെ പേരുകൾ, ഓരോ ആൾക്കാരുടെയും പേരുകൾ അക്കമിട്ട് നിരത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ പോലീസിന് ഇദ്ദേഹത്തിന്റെ NM വിജയന്റെ ഡയറി കിട്ടിയിട്ടുണ്ട്. ആ ഡയറിയിൽ ഇതിനു മുൻപ് തന്നെ അനുഭവിക്കുന്ന ഒരു മാനസിക സംഘർഷത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഡയറിയിലെ കാര്യങ്ങളും ആത്മഹത്യാ കുറിപ്പിന്റെ കാര്യങ്ങളും തമ്മിൽ ഒട്ടും തന്നെ അതെല്ലാം തന്നെ ഒന്ന് തന്നെയാണ് എന്നുള്ളതാണ്. അതായത് കുറെ കാലമായി തന്നെ അനുഭവിക്കുന്ന വളരെ വലിയ മാനസികമായിട്ടുള്ള വിഷമങ്ങൾ, അപമാന ഭാരം, ഇതൊക്കെയാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത്. അതുകൊണ്ട് തന്നെ ജാമ്യം നൽകരുത്, മുൻകൂർ ജാമ്യം നൽകരുത് എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷന്റെ പ്രധാനമായിട്ടുള്ള വാദം. ഇതെല്ലാം കേട്ടുകൊണ്ടാണ് ഇപ്പോൾ 18-ന് വിധി പറയാൻ വയനാട് കൽപ്പറ്റയിലെ സെഷൻസ് കോടതി മാറ്റിയിരിക്കുന്നത്. വിജയകുമാർ. പ്രതികളുടെ ആന്റിസിപ്പേറ്ററി ബെയിൽ, മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് വാദം പൂർത്തിയായിരിക്കുന്നത്. കൽപ്പറ്റ സെഷൻസ് കോടതിയിൽ വാദം പൂർത്തിയായി. ശനിയാഴ്ച കോടതി അതിൽ തീരുമാനമെടുക്കും. വിപിൻ C വിജയനാണ് വിവരങ്ങൾ നൽകിയത്. തൃശൂരിലെ ചിൽഡ്രൻസ് ഹോമിൽ 16-കാരനെ തലക്കടിച്ചു കൊന്നു. UP-യിൽ നിന്നും ഇരിങ്ങാലക്കുടയിൽ താമസമാക്കിയ അങ്കിത്താണ് മരിച്ചത്. സംഭവത്തിൽ 15-കാരനെ വിയൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തൃശൂർ രാമപുരത്തെ ചിൽഡ്രൻസ് ഹോമിൽ ഇന്ന് രാവിലെയാണ് അരുംകൊല അരങ്ങേറിയത്. അങ്കിത്തിനെ ചിൽഡ്രൻ ഹോംസിലെ തന്നെ അന്തേവാസിയായ 15-കാരൻ ചുറ്റിക കൊണ്ട് തലക്കടിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു. ഇന്നലെ രാത്രി ഇരുവരും തമ്മിൽ തർക്കം നടന്നിരുന്നു. രാത്രിയോടെ പ്രശ്നം പറഞ്ഞു തീർത്തു. കീഴ്ചുണ്ടിന് പരിക്കേറ്റ 15-കാരൻ രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കുമ്പോൾ അസഹ്യമായ വേദന അനുഭവപ്പെട്ടു. ഇതോടെ ദേഷ്യവും സങ്കടവും തോന്നി. ഓഫീസ് മുറിയിലിരുന്ന ചുറ്റികയെടുത്ത് അങ്കിത്തിന്റെ തലക്കടിക്കുകയായിരുന്നു. അങ്കിത്തിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. ഇതിലിപ്പം പ്രതിയായിട്ടുള്ള കുട്ടിയും പ്രായപൂർത്തിയാകാതെ കുട്ടിയായതുകൊണ്ട് ജുവനൈൽ ജസ്റ്റിസ് നിയമപ്രകാരം നടപടികളെല്ലാം ചെയ്തു വരുന്നുണ്ട്. എന്നാലും ഒരു കൊലപാതക കേസിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ തന്നെ, അതിൻ്റെ തെളിവെടുപ്പും കാര്യങ്ങളും അതിനു വേണ്ടിയുള്ള സീൻ ഗാർഡ് ചെയ്തിട്ടുണ്ട്. ഇനി സയന്റിഫിക് ആയിട്ടുള്ള പരിശോധനകളും ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് പോകും. ചിൽഡ്രൻസ് ഹോമിലെ കെയർടേക്കർമാർക്ക് വീഴ്ചയുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ. കെയർടേക്കർമാർ 2 പേർ ഈ സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അന്വേഷണത്തിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണം വന്നതിന് ശേഷം അവർക്കെതിരെ നടപടി വേണമെന്നുള്ളത് അതിൽ തീരുമാനിക്കും. 2023 മുതൽ തൃശൂർ ചിൽഡ്രൻസ് ഹോമിലെ അന്തേവാസിയാണ് അങ്കിത്. കൊല നടത്തിയ 15-കാരൻ 1 മാസം മുമ്പാണ് ചിൽഡ്രൻസ് ഹോമിലെത്തിയത്. 24 തൃശൂർ. ഇപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ടിലേക്ക്. കോട്ടയം മീനച്ചിലിൽ കാണാതായ വയോധികന് വേണ്ടി വ്യാപക പരിശോധനയുമായി പോലീസ്. 84 വയസ്സുള്ള മാത്യു തോമസിനെ ഡിസംബർ 21 മുതലാണ് കാണാതായത്. മക്കൾ നൽകിയ പരാതിയിലാണ് അന്വേഷണം. ഹേബിയസ് കോർപ്പസ് കൊടുത്തിരുന്നു. അതനുസരിച്ച് അവർക്ക് നാളെ ഹൈക്കോടതി റിപ്പോർട്ട് കൊടുക്കണം അന്വേഷണത്തിൻ്റെ പുരോഗതിയെ പറ്റി. അപ്പോൾ 2 കിലോമീറ്റർ ചുറ്റളവിൽ അങ്ങനെ ഒരു ഡിസോറിയൻറ്റഡ് ആയിട്ടോ സോഡിയം കുറഞ്ഞു പോയി അങ്ങനെ എവിടെയെങ്കിലും മാറി ബോഡി വല്ലതും ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഈ സ്ക്വാഡ് വന്നിരിക്കുന്നത്. എങ്ങോട്ടേലും പോയി എന്നുള്ളത് ഇവിടെ ആദ്യമേ നമുക്കിവിടെ എവിടെയെങ്കിലും വീണ് കിടക്കുമായിരിക്കാം, അങ്ങനെ ഒരു സംശയമായിരുന്നു. അതെന്തായാലും അതിപ്പം അതിന് കാര്യമില്ല എന്ന് ബോധ്യമായി. അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മൾ വിശ്വസിക്കുന്ന എന്തെങ്കിലും രീതിയിൽ ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്യുകയോ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോവുകയോ അതിൻ്റെ മോട്ടീവ് എന്നാന്നും കാര്യം എന്താണെന്നും അറിയില്ല. അത് പോലീസാണ് കണ്ടുപിടിക്കേണ്ടത്. ടോബി ജോൺസൺ വിവരങ്ങൾ നൽകും കോട്ടയത്ത് നിന്ന്. ടോബി, ഈ പ്രതികരണം അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുടെയോ മറ്റോ ആണെന്ന് ഞാൻ കരുതുന്നു. അതിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നത് ആരെങ്കിലും തട്ടിക്കൊണ്ടു പോവുകയോ കിഡ്നാപ്പ് ചെയ്യുകയോ ഉണ്ടായിട്ടുണ്ടോ അന്ന് സംശയിക്കുന്നു. അതിൻ്റെ മോട്ടീവ് അവർക്ക് അറിയില്ല എന്ന്. അതിൽ ആകെ ഒരു ദുരൂഹതയുണ്ടോ ഈ കാണാതാകലിൽ? ഡിസംബർ 21 മുതൽ ഇത്രയും ദിവസമായി ഒരു സൂചനയുമില്ല, അല്ലേ?
വിജയകുമാർ, തീർച്ചയായിട്ടും അടിമുടി ദുരൂഹതയുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഒരു വ്യക്തി ഇത്രയും നാളും കാണാതെ പോകുക എന്നുള്ളതൊരു ദുരൂഹത തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് വിശദമായിട്ടുള്ളൊരു അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നത്. 5 മക്കളാണ് ഈ മാത്യു തോമസിനുള്ളത്. അവരിൽ ഒരാൾ ആദ്യമേ പരാതി, അതായത് നാട്ടിലുള്ള ഒരു വ്യക്തി തോമസ് എന്ന് പറയുന്ന ആൾ പോലീസിൽ കാണാതായ ആ ദിവസം തന്നെ അദ്ദേഹത്തെ തിരഞ്ഞിട്ട് കണ്ടെത്താൻ സാധിക്കാതെ വന്നതോടുകൂടി പോലീസിൽ പരാതി നൽകി. അന്ന് പാലാ പോലീസ് വിശദമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തിയതാണ്. അതിനുശേഷം ഇദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല. പിന്നീടാണ് ബാക്കിയുള്ള 4 മക്കൾ ചേർന്ന് ഒരു ഹേബിയസ് കോർപ്പസ് ഹൈക്കോടതിയിൽ നൽകിയത്. ആ റിട്ട് ഹർജി പരിഗണിച്ച കോടതിയാണ് വിശദമായിട്ടുള്ള ഒരു റിപ്പോർട്ട് പോലീസിനോട് ആവശ്യപ്പെട്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വലിയൊരു സംഘം പോലീസ്, കൂടുതൽ പാലാ പോലീസ്, അതുപോലെ തന്നെ മറ്റ് സമീപത്തുള്ള പോലീസ് സ്റ്റേഷനുകളിലെ ഉദ്യോഗസ്ഥർ, ഒപ്പം തന്നെ ക്യാമ്പിലെ ഉദ്യോഗസ്ഥരും എല്ലാം തന്നെ ചേർന്ന് ഈ പ്രദേശം മുഴുവൻ, ഈ വീടിൻ്റെ ചുറ്റളവിൽ ഏകദേശം 2 കിലോമീറ്റർ ചുറ്റളവിൽ വിശദമായിട്ടുള്ളൊരു പരിശോധന നടത്തുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഒരു വീട് കഴിഞ്ഞാൽ ഒരു വീട് കഴിഞ്ഞാൽ അല്പം മാറിയാണ് അടുത്ത വീടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് എവിടെയെങ്കിലും അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ച് വീണ് കിടപ്പുണ്ടോ എന്നോ മറ്റോ ഒക്കെയാണ് പരിശോധിക്കുന്നത്. ഏതായാലും കടാവർ ഡോഗ് അടക്കം എത്തിയിട്ടുണ്ട്. വിശദമായിട്ടുള്ള ഒരു പരിശോധന തന്നെയാണ് ഉദ്യോഗസ്ഥർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 250-ലധികം ഉദ്യോഗസ്ഥരുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 84 വയസ്സുണ്ട് ഈ മാത്യു തോമസിന്. അദ്ദേഹം വീട്ടിൽ നിന്നും രാവിലത്തെ ചായകുടിയൊക്കെ കഴിഞ്ഞ് നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ആ സമയത്ത് ഭാര്യയാണ് വീട്ടിലുണ്ടായിരുന്നത്. അതിനുശേഷം മടങ്ങി വന്നില്ല എന്നാണ് ഈ പരാതിയിലുള്ളത്. മുൻപും സമാനമായ രീതിയിൽ ഇതുപോലെ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിപ്പോയതിനു ശേഷം കാണാതാവുകയും തിരയുകയും അതിനുശേഷം അദ്ദേഹം തിരിച്ച് മടങ്ങി വീട്ടിലേക്ക് വരികയും ചെയ്തിട്ടുണ്ടെന്നാണ് മൂത്ത മകൻ പറഞ്ഞത്. എന്തായാലും പരിശോധന വിശദമായിട്ട് നടക്കുന്നുണ്ട്. 21-ാം തീയതി കാണാതായതാണ്. അതിനുശേഷം ഇത്രയും ദിവസമായിട്ട് ഇവർ എവിടെ പോയി എന്നുള്ളതൊരു ചോദ്യം, ഇദ്ദേഹം എവിടെ പോയി എന്നുള്ളൊരു ചോദ്യമാണ് ബാക്കിയാവുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വ്യാപകമായിട്ടുള്ളൊരു തെരച്ചിൽ പോലീസ് നടത്തുന്നത്. ഈ ഒരു പ്രദേശത്തുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ പോലീസിന്റെ ഉദ്യോഗസ്ഥർ ഓരോ സംഘങ്ങളായി തിരിഞ്ഞ് വിശദമായിട്ടുള്ള പരിശോധനകളിലേക്ക് കടന്നിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന് വേണ്ടിയുള്ള ഒരു വിശദമായ പരിശോധന തന്നെയാണ് നടത്തുന്നത്. ശരി ടോബി, ഏതായാലും 10-25 ദിവസമാകുന്നു അദ്ദേഹത്തെ കാണാതായിട്ട്. എവിടെ എന്നത് സംബന്ധിച്ച് ഒരു സൂചനയുമില്ല. നേരത്തെയും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും ദീർഘമായ ദിവസം അദ്ദേഹം എവിടെയെങ്കിലും പോയി നിന്നിട്ടില്ല എന്നുള്ളതാണ് കുടുംബാംഗങ്ങളും പറയുന്നത്. അടിമുടി ദുരൂഹതയാണ് എന്നാണ് ടോബി ജോൺസൺ റിപ്പോർട്ട് ചെയ്തത് കോട്ടയത്ത് നിന്ന്. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ പുനരധിവാസത്തിനായി സർക്കാർ നോഡൽ ഓഫീസറെ നിയമിച്ചു. റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് MD S സുഹാസിനാണ് ചുമതല. അതേസമയം സ്വന്തം നിലയിൽ വീട് നിർമ്മിക്കുന്നവർക്കായുള്ള തുക വർദ്ധിപ്പിക്കുന്ന കാര്യം പരിഗണിക്കണമെന്ന് അമിക്കസ് ക്യൂറി ആവശ്യപ്പെട്ടു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസം സുഗമമാക്കുന്നതിനാണ് നോഡൽ ഓഫീസർ നിയമിച്ചത്. ടൗൺഷിപ്പ് രൂപകൽപ്പന ചെയ്ത കിഫ്കോൺ, നിർമ്മാണം നടത്തുന്ന ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി എന്നിവരുടെ ഏകോപനം നോഡൽ ഓഫീസർക്കായിരിക്കും. നിലവിലുള്ള സ്പോൺസർമാരുടെ ഏകോപനം, പുതിയ സ്പോൺസർമാരെ കണ്ടെത്തൽ, പണലഭ്യത ഉറപ്പാക്കൽ തുടങ്ങിയ ഉത്തരവാദിത്തങ്ങളും നോഡൽ ഓഫീസർ നിറവേറ്റണം. ഇതിനിടെ സ്വന്തം നിലയ്ക്ക് വീട് നിർമ്മിക്കുന്നവർക്കായുള്ള തുക വർദ്ധിപ്പിക്കുന്ന കാര്യം പരിഗണിക്കണമെന്ന് അമിക്കസ് ക്യൂറി ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടു. 15 ലക്ഷം രൂപ അപര്യാപ്തമാണെന്നും 40 മുതൽ 50% വരെ വർധനവ് വേണമെന്ന ആവശ്യം പരിഗണിക്കണമെന്നും അമിക്കസ് ക്യൂറി ഹൈക്കോടതിയെ അറിയിച്ചു. അതേസമയം വയനാട്ടിലേത് പ്രകൃതി ദുരന്തമാണെന്നും മനുഷ്യനിർമ്മിതമല്ലെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. തുകയെത്ര വേണമെന്ന് സർക്കാരിനോട് ദുരന്തബാധിതർക്ക് ആവശ്യപ്പെടാനാകില്ല. മനുഷ്യത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുനരധിവാസ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. സർക്കാരിന്റെ നിർബന്ധിത ഉത്തരവാദിത്വമായി കാണരുതെന്നും കോടതി വ്യക്തമാക്കി. ടൗൺഷിപ്പിൽ താമസിക്കുന്നതിന് പകരം നിശ്ചിത തുക നൽകണമെന്ന ദുരന്തബാധിതരുടെ ആവശ്യത്തിലായിരുന്നു കോടതിയുടെ മറുപടി. 24 കൊച്ചി. വനനിയമ ഭേദഗതി സർക്കാർ ഉപേക്ഷിച്ചെങ്കിലും കാലോചിതമായ മാറ്റങ്ങൾ വനനിയമങ്ങളിൽ വേണമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. മനഃപൂർവ്വ വിവാദമുണ്ടാക്കാനാണ് ചിലർ ശ്രമിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. വനമുദ്യോഗസ്ഥരെ വിമർശിച്ച് സിറോ മലബാർ സഭ താമരശ്ശേരി രൂപത അധ്യക്ഷന്മാർ റെമീജിയോസ് ഇഞ്ചനാനിയിലും ഇതിന് മറുപടിയായി വനമന്ത്രിയും രംഗത്തെത്തി. പ്രതിഷേധങ്ങളെ തുടർന്നാണ് വനനിയമ ഭേദഗതിയിൽ നിന്ന് സർക്കാർ പിന്മാറിയത്. പ്രതിപക്ഷവും ക്രൈസ്തവ സഭകളും ശക്തമായ എതിർപ്പാണ് ഉന്നയിച്ചത്. ജനദ്രോഹപരമായ ഭേദഗതികൾ വേണ്ടെന്ന് വെച്ചെങ്കിലും വനനിയമത്തിൽ പരിഷ്കാരങ്ങൾ ആവശ്യമാണെന്നാണ് വനം മന്ത്രി പറയുന്നത്. ഇപ്പോൾ ഇനി മുതൽ നിലനിൽക്കാൻ പോകുന്നത് പഴയ നിയമമാണ്. ഈ പഴയ നിയമത്തിൽ ഒരു ഭേദഗതിയും ആവശ്യമില്ല എന്ന് ഇവരാരെങ്കിലും കരുതുന്നുണ്ടോ? 61-ലെ നിയമം അങ്ങനെ തന്നെ തുടരട്ടെ എന്ന ഉട്യോപ്യൻ നിലപാടാണ് ഈ എതിർക്കുന്നവരുടെ ഇടയ്ക്ക് ഉള്ളതെന്ന് അവർ വ്യക്തമാക്കണം. ഭേദഗതി ചർച്ച ചെയ്യാൻ സർക്കാർ അവസരമൊരുക്കുകയാണ് ചെയ്തത്. മനഃപൂർവ്വം വിവാദമുണ്ടാക്കാനാണ് ചിലർ ശ്രമിച്ചത്. സർക്കാർ തോറ്റു എന്ന് പറയുന്നത് മുതലെടുപ്പ് രാഷ്ട്രീയക്കാരാണെന്നും മന്ത്രി. സർക്കാർ നിലപാടിനെ ക്രൈസ്തവ സഭകൾ സ്വാഗതം ചെയ്യുന്നുണ്ട്. എന്നാൽ വനപാലകരുടെ നിലപാടുകളിൽ കടുത്ത പ്രതിഷേധമാണ് സഭയ്ക്കുള്ളത്. ഞങ്ങൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അതുപോലെയാണ് കർഷകരെ പീഡിപ്പിക്കുന്നത്. ഭീതിയോടുകൂടിയാണ്
അവരുടെ ഒരു വാഹനം വരുമ്പോൾ കാണുന്നത്, വാഹനം വരുമ്പോൾ അവർ സമീപിക്കുമ്പോൾ നമ്മൾ കാണുക. എന്നാൽ എന്താണ് വനപാലകരുടെ തെറ്റെന്ന് മന്ത്രി ചോദിക്കുന്നു. എന്താണ് വനപാലകന്മാരുടെ ഭാഗത്തുനിന്നുള്ള വീഴ്ച എന്ന് പറയട്ടെ. ഇപ്പോൾ ഈ നിയമത്തിനെ നമ്മൾ വേണ്ടാന്ന് വെച്ചൊരു നിയമത്തെ ന്യായീകരിക്കാൻ ഞാൻ പോകുന്നില്ല. എന്താണ് കുറ്റകൃത്യം ചെയ്യുന്നവർക്കാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ കർഷക സമൂഹം കുറ്റകൃത്യം ചെയ്യുന്ന കുറ്റവാളികളാണോ? ആണോ? ഗവൺമെൻറ് അങ്ങനെ വിശ്വസിക്കുന്നില്ല. അടിക്കടി ഉണ്ടാകുന്ന വന്യജീവി ആക്രമണങ്ങൾ സർക്കാരിന് തലവേദന ഉണ്ടാക്കുന്നുണ്ട്. വനനിയമ ഭേദഗതി പിൻവലിച്ചതിലൂടെ പ്രതിഷേധങ്ങളുടെ ശക്തി കുറയ്ക്കാൻ സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. ടോബി ജോൺസൺ, 24 കോട്ടയം. നാടിനെ മുഴുവൻ ഭീതിയിലാക്കിയ വയനാട് പുൽപ്പള്ളി അമരക്കുനിയിലെ കടുവ തെരച്ചിലിന്റെ 5ാം ദിവസം റഡാറിന് പുറത്ത്. ഇന്നലെ രാത്രി മുതലുള്ള തെരച്ചിലിൽ കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കടുവയെ വേഗം പിടികൂടണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ഇന്നലെ രാത്രി മുതൽ നടത്തിയ തെരച്ചിലിലും വനം വകുപ്പിന് കടുവയെ കണ്ടെത്താനായില്ല. ഡ്രോൺ പറത്തി നൈറ്റ് പട്രോളിങ്ങും, ഇതിലൊന്നും കടുവയെ കാണാനായില്ല. തെർമൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ നിലവിൽ കടുവയുടെ സാന്നിധ്യം ഉള്ള പ്രദേശങ്ങൾ എന്ന് നമ്മൾ അനുമാനിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നും തന്നെ ടൈഗറിൻ്റെ പ്രസൻസ് ലഭിച്ചിട്ടില്ല. അമരക്കുനി ഭാഗത്ത് കടുവയെ കണ്ടു എന്ന് നാട്ടുകാർ അറിയിച്ചതനുസരിച്ച് ആ ഭാഗത്തും തെർമൽ ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന നടത്തിയെങ്കിലും അത്തരത്തിലുള്ള ഒരു സ്ഥിരീകരണമൊന്നും തന്നെ നമുക്ക് ലഭിച്ചിട്ടില്ല. പ്രദേശത്തെ തോട്ടങ്ങളിൽ വനം വകുപ്പ് തെരച്ചിൽ നടത്തുന്നുണ്ട്. കടുവ ആക്രമിച്ചു കൊന്ന 5 ആടുകളുടെ നഷ്ടപരിഹാരം DFO അജിത് കെ രാമൻ വീടുകളിലെത്തി കൈമാറി. കടുവയെ എത്രയും വേഗം മയക്കുവെടി വെച്ച് പിടികൂടണം എന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ റേഞ്ച് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. 144 പ്രഖ്യാപിച്ച് ജനങ്ങളെയൊക്കെ വീട്ടിലാക്കിയിട്ട് കടുവയ്ക്ക് സംരക്ഷണം കൊടുക്കുക, കടുവയെ വളഞ്ഞു വെച്ചിരിക്കുന്നു, ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറയുന്നു. പക്ഷേ അതിനെ പിടിക്കുന്നില്ല. മാർച്ചിന് ശേഷം ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. കടുവ ആദ്യത്തെ ആടിനെ പിടികൂടുന്നത് 7-ാം തീയതി. 9 നാളുകൾക്കുള്ളിൽ കടുവയ്ക്ക് ഇരയായത് 5 ആടുകൾ. വനം വകുപ്പ് സദാസമയവും കാവലുണ്ട്. എന്നിട്ടും കടുവ പിടിയിലാകുന്നില്ല. പ്രതിഷേധമുണ്ട് നാട്ടുകാർക്ക്. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. മലപ്പുറം മൂത്തേടത്ത് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സരോജിനിയുടെ മൃതദേഹം സംസ്കരിച്ചു. ഉച്ചക്കുളം പൊതുശ്മശാനത്തിലായിരുന്നു സംസ്കാരം. സരോജിനിയുടെ കുടുംബത്തിന് സാമ്പത്തിക സഹായം ഉടൻ കൈമാറുമെന്ന് അധികൃതർ അറിയിച്ചു. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ച മൃതദേഹം രാവിലെ ബന്ധുക്കൾ ഏറ്റുവാങ്ങി. മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം 12 മണിയോടെ ഉച്ചക്കുളം പൊതുശ്മശാനത്തിൽ മൃതദേഹം സംസ്കരിച്ചു. വന്യമൃഗശല്യം പരിഹരിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മൂത്തേടം പഞ്ചായത്ത് പ്രസിഡന്റ് P. ഉസ്മാൻ. സരോജിനിയുടെ കുടുംബത്തിന് സാമ്പത്തിക സഹായത്തിന്റെ ആദ്യ ഗഡു ഉടൻ നൽകും. എന്തായാലും ഇവർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് ബാധ്യസ്ഥരാണ്. മാനുഷികമായ പരിഗണന അവർക്ക് കിട്ടേണ്ടതുണ്ട്, ആവശ്യമായ സഹായങ്ങൾ കിട്ടേണ്ടതുണ്ട്. ഈ തുക വർദ്ധിപ്പിക്കാൻ ഇപ്പോൾ 10 ലക്ഷം രൂപയാണ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. അത് വർദ്ധിപ്പിക്കാൻ വേണ്ടി ആവശ്യമായ നടപടികളുമായി മുന്നോട്ട് പോകുന്നതിന് നിവേദനങ്ങൾ കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പോത്തിനെ മേയ്ക്കാൻ പോയപ്പോഴാണ് വനത്തിനുള്ളിൽ കാട്ടാനാക്രമണത്തിൽ സരോജിനി കൊല്ലപ്പെട്ടത്. വന്യമൃഗശല്യത്തിനെതിരെ നടപടി ആവശ്യപ്പെട്ട് മൃതദേഹവുമായി പ്രതിഷേധിച്ച പ്രദേശവാസികളെ സബ് കളക്ടർ എത്തിയാണ് അനുനയിപ്പിച്ചത്. തുടർച്ചയായുള്ള വന്യമൃഗാക്രമണത്തിൽ പ്രതിഷേധിച്ച നിലമ്പൂർ മണ്ഡലത്തിൽ SDPI പ്രഖ്യാപിച്ച ഹർത്താൽ തുടരുകയാണ്. 24 മലപ്പുറം. ISL മത്സരത്തിനിടെ ആരാധക പ്രതിഷേധം പോലീസ് വിലക്കിയ സംഭവത്തിൽ വിശദീകരണവുമായി കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ്. പ്രതിഷേധങ്ങൾ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്താൻ ശ്രമിച്ചെന്ന ആരോപണം തെറ്റാണ് എന്നും ആരാധകർക്ക് പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട് എന്നും മാനേജ്മെന്റ് വാർത്താക്കുറിപ്പിൽ വിശദീകരിക്കുന്നു. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് വിവരങ്ങൾ നൽകും. അനിൽ, ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് പറയുന്നത് ഈ പോലീസിനെ അതിൽ ഇടപെടിച്ചതിൽ അല്ലെങ്കിൽ പോലീസ് അതിൽ ഇടപെട്ടതിൽ മാനേജ്മെന്റിന് പങ്കില്ല, അത് പോലീസ് സ്വമേധയാ എടുത്ത നടപടി എന്നാണോ? അങ്ങനെ കരുതാമോ? അങ്ങനെയാണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന്റെ ഈ വിശദീകരണ കുറിപ്പിൽ പറയുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ, അതായത് ഒഡീഷ FC-ക്കെതിരായ മത്സരത്തിന് മുമ്പായി ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിനെതിരായ പ്രതിഷേധങ്ങളുടെ ഭാഗമായി ആരാധക കൂട്ടായ്മയായ മഞ്ഞപ്പട ഒരു പ്രതിഷേധ റാലിക്ക് ആഹ്വാനം ചെയ്തിരുന്നു. മത്സരത്തിന് മുമ്പായി അവരുടെ ഈസ്റ്റ് ഗാലറിക്ക് മുമ്പ് തമ്പടിക്കണമെന്നും അവിടെ നിന്ന് പ്രതിഷേധ റാലി തുടങ്ങുമെന്നാണ് പറഞ്ഞത്. പക്ഷേ മത്സരത്തിന് തൊട്ട് മുമ്പ് നമ്മൾ മുമ്പൊന്നും കണ്ടിട്ടില്ലാത്ത രീതിയിൽ അവിടെ ബാരിക്കേഡുകൾ വരുന്നു. മുൻകാലത്ത് ഇത്ര കാലമായി അങ്ങനെ ഒരു പതിവ് കണ്ടിട്ടില്ല. അങ്ങനെ ബാരിക്കേഡുകൾ വരുന്നു. ഒടുവിൽ ഇവരുടെ മഞ്ഞപ്പടയുടെ പ്രധാനപ്പെട്ട ഭാരവാഹികളെയൊക്കെ വിളിച്ച് പോലീസ് സംസാരിക്കുന്നത് നമ്മളും കേട്ടതാണ്. ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ പ്രതിഷേധിക്കാൻ തയ്യാറാക്കുകയാണെങ്കിൽ നിങ്ങളെ
റിമാൻഡ് ചെയ്യും എന്നാണ് പറഞ്ഞത്, അല്ലെങ്കിൽ കസ്റ്റഡിയിൽ എടുക്കുമെന്നൊക്കെ തന്നെ അവരോട് പറയുകയുണ്ടായിരുന്നു. ഒരു തരത്തിൽ ഭീഷണി തന്നെയായിരുന്നു. ഇതോടുകൂടി ഒടുവിൽ മഞ്ഞപ്പടയ്ക്ക് അല്ലെങ്കിൽ ആ ആരാധക കൂട്ടായ്മയ്ക്ക് പ്രതിഷേധത്തിൽ നിന്ന് പിൻവാങ്ങേണ്ടി വന്നു. അവരുടെ ജീവനും അല്ലെങ്കിൽ അവരുടെ സ്വകാര്യ കാര്യങ്ങളിലേക്കൊന്നും ഒരുപക്ഷെ കടന്നു കാണാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ അതുകൂടി സ്പോയിലാവും എന്ന് കരുതിയാവും അവർ പ്രതിഷേധം ഒഴിവാക്കേണ്ടി വന്നത്. അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ടീം ഒരുപക്ഷെ ഇത്രയും തോൽവി നേരിട്ടിട്ടും 10 വർഷമായി ടീമിനെ പിന്തുണയ്ക്കുന്നവരാണ്. പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ലാതെ ടീമിനെ പിന്തുണയ്ക്കുന്നവരാണ് ഈ ആരാധകർ. പക്ഷേ നല്ല സൈനിങ്ങുകളോ കോച്ചിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ അനിശ്ചിതത്വം തുടരുന്ന സാഹചര്യത്തിലാണ് അവർ പ്രതിഷേധത്തിലേക്ക് കിടന്നത്. ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് പറയുന്നത് പോലീസിനെ ഉപയോഗിച്ച് തങ്ങളല്ല അടിച്ചമർത്തപ്പെട്ടത്. അതായത് പോലീസിന് ഈ ഗാലറിയിൽ മറ്റ് കാണികളുടെ സുരക്ഷയും സ്വൈര്യത്തോടുകൂടി കളി കാണാനുള്ള അവകാശമൊക്കെ തന്നെ അത് നിലനിർത്താനുള്ള കാര്യമുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഒരുപക്ഷെ പോലീസ് സ്വന്തം നിലയിൽ ഇടപെട്ടതായിരിക്കും. ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ഇടപെട്ടുകൊണ്ടല്ല അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് അന്വേഷണം നടത്തിയ ശേഷം എന്താണെന്നുള്ള തുടങ്ങിയ കാര്യങ്ങൾ പിന്നീട് അറിയിക്കുമെന്ന് കരുതുന്നു. ഇപ്പോഴും ആരാധകരും മാനേജ്മെൻറ്റും തമ്മിൽ വലിയ തർക്കം തുടരുകയാണ്. അടുത്ത മത്സരത്തിലും ഈ പ്രതിഷേധം തുടരാൻ തന്നെയാണ് സാധ്യത. വിജയകുമാർ. യെസ്, എന്തായാലും ക്ലബ്ബ് മാനേജ്മെൻറ്റും ആരാധകരും തമ്മിൽ തർക്കം തുടരുന്നതിനിടെയായിരുന്നു ആ പോലീസ് ആ പ്രതിഷേധം തടഞ്ഞത്. അതിൽ ഞങ്ങൾക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് മാനേജ്മെൻറ്റ് കൈയൊഴിയുകയാണ്. പക്ഷേ ആരാധകർക്ക് അതിൽ ചില സംശയങ്ങളുണ്ട്. അപ്പോൾ അടുത്ത മത്സരങ്ങളിൽ എങ്ങനെയായിരിക്കും ആരാധകർ പ്രതികരിക്കുക എന്നുകൂടി ഇനി അറിയേണ്ടതുണ്ട്. അനിൽ വാസുദേവാണ് വിവരങ്ങൾ നൽകിയത്. ചരിത്ര തീരുമാനവുമായി കേരള കലാമണ്ഡലം. കലാഭവൻ മണിയുടെ സഹോദരൻ RLV രാമകൃഷ്ണൻ കലാമണ്ഡലത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലിയിൽ പ്രവേശിച്ചു. ഭരതനാട്യ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായാണ് നിയമനം. ചരിത്രത്തിലാദ്യമായാണ് കലാമണ്ഡലത്തിൽ നൃത്ത ഇനത്തിൽ ഒരു പുരുഷാധ്യാപകൻ ചുമതലയേൽക്കുന്നത്. UGC നിർദ്ദേശപ്രകാരം 2 മാസം മുമ്പാണ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചത്. യോഗ്യതാ പരീക്ഷയും അഭിമുഖ പരീക്ഷയും നടത്തി തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഒന്നാമനായാണ് രാമകൃഷ്ണന്റെ നിയമനം. കലാമണ്ഡലത്തിലെ നിയമനം സൗഭാഗ്യമെന്ന RLV രാമകൃഷ്ണൻ. വളരെ സന്തോഷം കൊണ്ടുള്ള സങ്കടമുണ്ട്. മണിച്ചേട്ടനെ പോലെ തന്നെ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടാണ് നമുക്ക് മുന്നോട്ട് വരുമ്പോൾ നമുക്ക് കൂടുതൽ ശക്തിയും ആർജവും ഉണ്ടാവും. അതുതന്നെയാണ് നമുക്ക് ഒരു ശക്തി ഇപ്പോഴും നിലനിൽക്കാനുള്ള ശക്തി ഉൾക്കൊള്ളുന്നത് അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ പ്രതിസന്ധികളെയെല്ലാം നമ്മൾ മുന്നോട്ടുള്ള ചവിട്ടുപടികളായിട്ടാണ് കാണുന്നത്. രാമകൃഷ്ണനിലൂടെ പുതിയ തുടക്കം കുറിച്ചെന്ന കലാമണ്ഡലം വൈസ് ചാൻസലർ B അനന്തകൃഷ്ണൻ. പുരുഷന്മാർ മറ്റ് പല സ്ഥാപനങ്ങളിലും ഡാൻസ് വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ UGC വിഭാഗത്തിൽ അല്ലെങ്കിൽ UGC യൂണിവേഴ്സിറ്റി തലത്തിൽ കലാമണ്ഡലത്തിൽ ആദ്യമായിട്ടാണെന്ന് പറയാം. ചലച്ചിത്രതാരം കലാഭവൻ മണിയുടെ സഹോദരനായ RLV രാമകൃഷ്ണൻ ഭരതനാട്യത്തിലും മോഹിനിയാട്ടത്തിലും 1ാം റാങ്ക് ജേതാവാണ്. രാമകൃഷ്ണനൊപ്പം മറ്റ് 9 പേരും ഇന്ന് അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. 24 തൃശൂർ. ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രൻ സുപ്രീം കോടതി ജഡ്ജിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന സത്യവാചകം ചൊല്ലിക്കൊടുത്തു. എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂർ സ്വദേശിയാണ് അദ്ദേഹം. കേരള ഹൈക്കോടതി ജഡ്ജിയായും പട്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. വിനോദ് ചന്ദ്രൻ ചുമതലയേൽക്കുന്നതോടെ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം 34 ആകും. യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ ചികിത്സാ സഹായത്തിന്റെ പേരിൽ ആലപ്പുഴയിൽ സംഘടനയ്ക്കുള്ളിൽ വൻ വിവാദം. തനിക്ക് 8 ലക്ഷം രൂപ കൈമാറിയെന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരിത ബാബുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ ജില്ലാ സെക്രട്ടറി മേഘ രഞ്ജിത്ത് രംഗത്തെത്തി. എന്നാൽ മേഘയ്ക്ക് ലഭിച്ച കണക്കുകൾ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പരസ്യപ്പെടുത്തുകയും ചെയ്തു. മനീഷ് മഹിപാൽ വിവരങ്ങൾ നൽകും ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, ഈ പണം എനിക്ക് എൻ്റെ പേരിൽ ആര് വാങ്ങി, ഇടയ്ക്ക് നിന്ന് ആര് വാങ്ങി എന്നാണ് മേഘ ചോദിക്കുന്നത്. അതിന് യൂത്ത് കോൺഗ്രസ് ജില്ലാ നേതാക്കൾക്ക് മറുപടി ഉണ്ടോ? വിജയകുമാർ, ഈ ഇടനിലയ്ക്ക് നിന്ന് ആരാണ് ഈ പണം വാങ്ങിയതെന്ന യൂത്ത് കോൺഗ്രസിന്റെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി മേഘ രഞ്ജിത്തിന്റെ ഗുരുതര ആരോപണമാണ്. അതും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഒപ്പം തന്നെ നേരത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം സ്ഥാനാർത്ഥിയായിരുന്ന അരിത ബാബുവിനെതിരെയാണ് ഗുരുതരമായിട്ടുള്ള ആരോപണം ഇന്നലെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി മേഘ രഞ്ജിത്ത് ഉന്നയിച്ചത്. ഈ വിവാദ പരാമർശം ഈ പോസ്റ്റ് ഇങ്ങനെയാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചായിരുന്നു കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ കളക്ടറേറ്റിലേക്ക് ഒരു മാർച്ച് സംഘടിപ്പിച്ചു. ആ മാർച്ചിൽ മേഘ രഞ്ജിത്ത് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അങ്ങനെ മേഘ രഞ്ജിത്തിന് ചികിത്സാ സഹായം എന്ന രീതിയിൽ 8 ലക്ഷം രൂപ KPCC വിവിധ നേതാക്കളുടെ കയ്യിൽ നിന്നും വാങ്ങി നൽകി എന്നുള്ളൊരു പരാമർശമുണ്ട്. പക്ഷെ അങ്ങനെ ഒരു തുക തനിക്ക് കിട്ടിയിട്ടില്ല. ഇടനില നിന്ന് ആരാണ് ഈ തുക വാങ്ങിയതെന്ന ഗുരുതരമായ
ഒരു ആരോപണമാണ് അരിത ബാബുവിനെതിരെ മേഘാ രഞ്ജിത്ത് ഉന്നയിച്ചത്. ഇപ്പോൾ ഇതാ വീണ്ടും ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി മേഘാ രഞ്ജിത്ത് ആ പോസ്റ്റിന് താഴെ വീണ്ടും കമന്റ് ചെയ്തിരിക്കുകയാണ്. തനിക്ക് വേണ്ടിയിട്ട് സംഘടന അങ്ങനെ ഒരു പൊതു പണപ്പിരിവ് നടത്തിയിട്ടില്ല. പക്ഷെ ചില നേതാക്കൾ സഹായിച്ചിട്ടുണ്ട്, പണം കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഈ രീതിയിൽ 8 ലക്ഷം രൂപയൊന്നും കിട്ടിയിട്ടില്ല എന്ന അർത്ഥത്തിലാണ് ആ കമന്റ് വന്നത്. പിന്നാലെ യൂത്ത് കോൺഗ്രസിന്റെ മറ്റൊരു ജില്ലാ സെക്രട്ടറി ആകാശ് നവമാധ്യമങ്ങളിൽ ഒരു പോസ്റ്റ് ഇട്ടു. കൃത്യമായ കണക്കുകൾ ഓരോ നേതാക്കളും KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള നേതാക്കൾ എത്ര രൂപ കൈമാറിയിട്ടുണ്ടെന്നുള്ള കണക്ക് സഹിതം ബോധ്യപ്പെടുത്തിക്കൊണ്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് പരസ്യപ്പെടുത്തി. അതിനകത്ത് 8 ലക്ഷത്തിൽ കൂടുതൽ തുക മേഘാ രഞ്ജിത്തിന് കൈമാറിയിട്ടുണ്ടെന്ന തെളിവുകൾ സഹിതം സമർത്ഥിക്കുന്നു. അപ്പോഴിതാ അരിത ബാബുവും മേഘാ രഞ്ജിത്തും തമ്മിലുള്ള തുറന്ന പോര് അത് നവമാധ്യമങ്ങളിലാണെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അങ്ങനെ ചികിത്സാ സഹായത്തിന്റെ പേരിലാണ് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി മേഘാ രഞ്ജിത്തും സംസ്ഥാന വൈസ് പ്രസിഡന്റായ അരിത ബാബുവും തമ്മിലുള്ള പോര് മുറുകുന്നത്. ഇരുവരും കായംകുളത്ത് നിന്നുള്ള യുവ നേതാക്കളാണ്. അടുത്ത തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒരുപക്ഷെ വീണ്ടും പരിഗണിക്കപ്പെടാവുന്ന നേതാവാണ് ഈ അരിത ബാബു, ഒപ്പം തന്നെ മേഘാ രഞ്ജിത്തും. ഈ രീതിയിൽ ഇവർ തമ്മിലുള്ളൊരു തർക്കം ഈ രീതിയിലൊക്കെ തന്നെ വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. വിജയകുമാർ, എന്തായാലും മേഘ ഇപ്പോൾ പറയുന്നത് ഈ പറഞ്ഞ തുക എനിക്ക് കൈമാറാതെ ഇടയ്ക്ക് നിന്ന് ആരാണ് കൈപ്പറ്റിയത് അതുകൂടി പരസ്യമായി പറയണം, ഞാനും കൂടി അറിയണമല്ലോ എൻ്റെ പേരിൽ ആരാണ് വലിയൊരു എമൗണ്ട് കൈപ്പറ്റിയത് എന്ന്. ഇപ്പോൾ ഈ പണം നൽകിയവരുടെ പട്ടികയൊക്കെ സംഘടന പുറത്തുവിട്ടിട്ടുണ്ട്. പക്ഷേ ആ പണമൊന്നും കിട്ടിയിട്ടില്ല, തനിക്ക് കിട്ടിയിട്ടില്ല എന്നാണ് മേഘ രഞ്ജിത്ത് ഈ സോഷ്യൽ മീഡിയ പോസ്റ്റിലും വിശദീകരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് നേതൃത്വം വിശദീകരണം നൽകുമായിരിക്കും. ഇനി 24ന്റെ പ്രത്യേക ക്യാമ്പയിൻ തുടരുന്നു. സൈബർ ബലിയാടുകൾ. അജ്ഞാതൻ മൊബൈൽ നമ്പർ അശ്ലീല വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇട്ടതോടെ തിരുവനന്തപുരത്തെ ഒരു വീട്ടമ്മ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പ്രതിസന്ധിയെക്കുറിച്ചാണ് ഈ റിപ്പോർട്ട്. സംരംഭ കൂടിയായ വീട്ടമ്മ കഴിഞ്ഞ 2 ആഴ്ചയായി നേരിടേണ്ടി വരുന്നത് സമാനതകളില്ലാത്ത സൈബർ അധിക്ഷേപവും വ്യക്തിഹത്യയുമാണ്. തിരുവനന്തപുരം സ്വദേശിയായ ഷാലിൻ എലിസ് എബിക്കാണ് ഈ ദുരനുഭവം. ഓരോ തവണ ഫോൺ റിംഗ് ചെയ്യുമ്പോഴും ഷാലിന്റെ ഹൃദയമെടുപ്പ് കൂടും. കഴിഞ്ഞ 7 വർഷമായി തിരുവനന്തപുരത്ത് ഫുഡ് ഡെലിവറി ബിസിനസ് നടത്തുന്നത് ഈ നമ്പർ ഉപയോഗിച്ചാണ്. പക്ഷേ ഇപ്പോൾ വരുന്ന കോളുകളും മെസ്സേജുകളും അധികവും അശ്ലീല ഗ്രൂപ്പ് കണ്ടു വിളിക്കുന്നവർ. ഇങ്ങനെ വെറുതെ അനാവശ്യമായിട്ട് വിളിക്കരുത്, ഇതൊരു ഫുഡ് നമ്പറാണ്, ഇതിങ്ങനെയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ മാത്രം വിളിക്കാമെന്ന് വാട്സപ്പിൽ തന്നെ ഞാൻ മെസ്സേജ് ഇടുന്നു. അവർ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു 26-27 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ അമ്മയാണ് ഞാൻ. അപ്പോൾ എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് ഈസ് ദാറ്റ് മച്ച്. എൻ്റെ ഭർത്താവ് പോലും എന്നോട് ചോദിച്ചിട്ടില്ലാത്ത, ഞങ്ങളുടെ രാത്രികളിൽ പോലും ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളായി പിള്ളേരുടെ ആവശ്യങ്ങൾ. ഒരു നമ്പറിൽ ചോദിച്ചപ്പോൾ എവിടെ നിന്ന് നമ്പർ കിട്ടിയെന്ന് അവനെ വിരട്ടിയപ്പോൾ അവൻ പറഞ്ഞത് ഇതൊരു ആൻറ്റിയുടെ നമ്പറാണ്, ഇതിനകത്ത് പറഞ്ഞാൽ വൃത്തികേടുകൾ കാണിച്ചു തരും, വൃത്തികേടുകൾ പഠിപ്പിച്ചു തരും, വൃത്തികേട് എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു തരുമെന്ന്. ഇത് ചോദിച്ചതൊരു 23-കാരനാണ്. അപ്പോൾ ഈ ഒരു അമ്മ, അല്ലെങ്കിൽ ഞാൻ കണ്ടത് ഈ പറയുന്ന, ഇപ്പം എനിക്കൊരു ഏകദേശം 10-18ഓളം പിള്ളേർ, ഇവരുടെ എല്ലാവരുടെയും ഇവരുടെ ഏറ്റവും വലിയ എന്നെ പേടിപ്പെടുത്തുന്ന ഒരു കാര്യം, ഇവരാരും ഇവരുടെ പേര് കള്ളപ്പേര് പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ ജനുവരി 6-നാണ് ഷാലിന്റെ മൊബൈൽ ഫോൺ നമ്പർ അജ്ഞാതൻ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഇട്ടത്. അത് പിന്നീട് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യപ്പെടുന്നു. മക്കളുടെ പ്രായമുള്ള വിദ്യാർത്ഥികളുടേതാണ് ഷാലിന് വരുന്ന കോളുകളിലും അധികവും. അധിക്ഷേപം തുടർന്നതോടെ ഫോൺ ഓഫ് ചെയ്യേണ്ട ഗതികേട് വരെ എത്തി 2 കുട്ടികളുടെ അമ്മ കൂടിയായ ഷാലിന്. തെളിവെടുപ്പിന് നമ്മുടെ ഫോൺ കൊണ്ടുപോകുമ്പോൾ അവർ കൃത്യമായിട്ട് നമ്പറുകളും കാര്യങ്ങളും ഇങ്ങനെ എഴുതുകയും ഇതെടുക്കുന്നവരെയുള്ള ആ ഒരു പ്രോസസ്സിൽ നമ്മുടെ ഈ ഫോട്ടോസ് ഇവർ ഡൗൺലോഡ് ചെയ്യും. എത്ര വീഡിയോ വന്നിട്ടുണ്ട്, എത്ര ഫോട്ടോ വന്നിട്ടുണ്ടെന്നൊക്കെ ഇത് നമ്മുടെ ഫോണിൽ കിടക്കും. ഒരു അവിചാരിതമായിട്ട് പോലും നമ്മുടെ ഫോണുകളിൽ ഇങ്ങനെയുള്ള ഒരു ഇത് ഇല്ലാത്തിടത്തോളം കാലം അത് ഇന്നും ഈ ഫോണിൽ ഇപ്പോഴും ഉണ്ട് ആ ഫോട്ടോസ്. കാരണം ഇനി അടുത്ത ഈ കേസിൻ്റെ അടുത്തൊരു തെളിവെടുപ്പ് എത്തുന്നത് വരെ അതുണ്ടാവണം. പോലീസ് അന്വേഷണത്തിൽ നമ്പർ ഷെയർ ചെയ്ത വിരുദ്ധനെ കണ്ടുപിടിച്ചു. തിരുവനന്തപുരം കുറവൻകോണം സ്വദേശിയായ റോഷൻ സതീഷ്. കൂടാതെ അശ്ലീല മെസ്സേജുകളും കോളുകളും ചെയ്ത ബാക്കിയുള്ളവരെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവരെ കൂടി കണ്ടെത്താനുള്ള പോരാട്ടത്തിലാണ് ഷാലിൻ. ഇതിനകത്തൊരു സ്ത്രീയുടെ വിഷയമല്ല ഇത് ഏതൊരു വ്യക്തിക്ക് ഉണ്ടാവേണ്ടുന്ന വിഷയമാണ്. പിന്നെ ഇതൊരു സംരംഭകരുടെ വിഷയമാണ്. ഒരു സംരംഭയ്ക്ക് നാളെ ഒരു അച്ചാർ വിൽക്കുന്ന ആളുകൾക്ക് പോലും അവരുടെ നമ്പർ ഇടാൻ പറ്റാത്ത അവസ്ഥയാണ്. പിന്നെ ഇതൊന്നും ഒരു റിവെഞ്ചിൻ്റെ കാരണമായിട്ടല്ല ഈ നമ്പർ ഷെയർ ചെയ്യപ്പെട്ടേക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇടെങ്കിൽ ഇന്ന് എനിക്കാണെങ്കിൽ ഇന്ന് എൻ്റെ മുൻപിലിരിക്കുന്ന നിങ്ങൾക്ക് ആർക്കും ഈ ഒരു വിഷയം വരാം. ഇതൊരു ഇതൊരു ഫൈറ്റിൻ്റെ സ്റ്റാർട്ടിംഗ് ആയിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നും അനന്തുവിനൊപ്പം അജീഷ് ജയകുമാർ,
24. ഓൺലൈൻ ഷെയർ ട്രേഡിംഗിലൂടെ ലാഭം വാഗ്ദാനം ചെയ്ത് മുൻ കേരള ഹൈക്കോടതി ജഡ്ജിയിൽ നിന്ന് 90 ലക്ഷം രൂപ തട്ടിയെടുത്തു. റിട്ടയർഡ് ജസ്റ്റിസ് ശശിധരൻ നമ്പ്യാർക്കാണ് പണം നഷ്ടമായത്. പരാതിയിൽ 2 പേർക്കെതിരെ തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് കേസെടുത്തു. കർണാടകയിലെ ബീദറിൽ സുരക്ഷാ ജീവനക്കാരനെ കൊലപ്പെടുത്തിയ ATM-ൽ നിന്ന് 93 ലക്ഷം രൂപ കവർന്നു. ATM-ൽ പണം നിറയ്ക്കാൻ വന്നപ്പോൾ ബൈക്കിലെത്തിയ 2 പേർ കവർച്ച നടത്തുകയായിരുന്നു. കവർച്ച തടയാൻ ശ്രമിച്ച ജീവനക്കാരന് നേരെ സംഘം വെടിയുതിർത്തു. ഇനി നോക്കാം ശബരിമലയിലെ ഇന്നത്തെ ചടങ്ങ്. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. സ്വർണ്ണത്തിൽ സ്നേഹത്തിൽ സ്പർശ.